ജിപ്സ ബീഗം സദർ. എനിക്കായിട്ട് ഒരു ഗാർഡിയനെ ഉണ്ടാക്കി തന്നതായിരുന്നു അവർ. ആ ട്രോമയിൽ നിന്ന് പുറത്തു വരാൻ ഒരുപാട് സമയം എടുത്തിരുന്നു. പുറത്ത് വന്നു എന്നാരാ പറഞ്ഞ്? ആ ട്രോമയിൽ നിന്നും ഒരിക്കലും പുറത്ത് വരത്തില്ല. പിന്നെന്ന് വെച്ചാൽ ഞാനൊരു അറ്റൻഷൻ സീക്കറും കൂടിയാണ്. ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ പ്രഗ്നൻ്റ് ആണ്. അപ്പം ഈ വയറ് ഇടിച്ചിട്ട് സ്റ്റെപ്പിൽ വന്നിടിച്ചു. ഞാൻ പല പ്രാവശ്യം സൂയിസൈഡ് ചെയ്താലോ എന്നൊക്കെ വിചാരിച്ചിരുന്നു. ഫ്ലാറ്റിൽ പൂട്ടിയിട്ടിട്ട് അടിക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജീവനെക്കാട്ടിയും വലുതല്ല വേറെ ഒന്നും. അത് സത്യ എന്ന് പറയുന്ന മൂവിയായിരുന്നു. ജയറാമേട്ടൻ്റെ സത്യ എന്ന് പറയുന്ന മൂവിയായിരുന്നു. സിനിമാ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് കിട്ടുന്ന പ്രൊഡ്യൂസർക്ക്. നമ്മൾ ആരാണെന്ന് പറഞ്ഞിട്ടോ എന്താണെന്ന് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. സിനിമയിൽ അഭിനയിക്കാൻ ഒരു പെണ്ണ് വരികയാണെങ്കിൽ പലരുടെ ആവശ്യം പലതാണ്. അത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അവർ പറയണം. ഞാൻ ചോദിച്ചാൽ ആരാ പറയുന്നത്, ഡയറക്ടറാണോ അതേ പ്രൊഡ്യൂസറാണോ? അപ്പോൾ പ്രൊഡ്യൂസർ പറയുന്നുണ്ടെന്ന് ചോദിച്ച വാക്ക് കുണ്ടനടിക്കുമെന്നാണ് ചോദിച്ചത്. കൂടെ അഭിനയിച്ച പെണ്ണിനെ മാത്രമേ മോശം പറയുള്ളൂ. ഇപ്പൊ സ്വാസികയുടെ മറ്റേ ചതുരത്തിലും മറ്റേ എന്താ ഉടലിതും പച്ചമംഗലേന്റെ ഇതും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാനൊരു ഫെമിനിസ്റ്റ് ആണ്, പക്ഷേ ഒരു ഫെമിനിസ്റ്റ് അല്ല. അതെന്താണ് അങ്ങനെ ഒരു ഭയം? ഈ ഫെമിനിസ്റ്റ് എന്നുള്ള വാക്കിന്റെ ശരിക്കുമുള്ള അർത്ഥം പോലും ഇന്ന് മാറിപ്പോയി. ഫെമിനിസ്റ്റുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരവർ തന്നെ പറഞ്ഞിടക്കില്ല, ഞാൻ ഫെമിനിസ്റ്റിയാണ്. ഇപ്പോൾ ഒരു ഓട്ടപ്പൊട്ടോ ഓരോ വല്ലവരും കണ്ടോ ഒരു ഉണ്ടക്കെട്ടൊക്കെ കെട്ടിയെന്ന് വെച്ച് നമ്മളിപ്പോൾ ഫെമിനിസ്റ്റിനെ ആർക്കും ഞാൻ ഇതാണെന്ന് പറഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. നമസ്കാരം. ഈ വനിതാ ദിനത്തിൽ എൻ്റെ കൂടെയുള്ളത് ഒരു ധീര വനിതയാണ്. 16-ാമത്തെ വയസ്സിൽ വിവാഹം കഴിയുന്നു. ആ ചെറുപ്രായത്തിൽ തന്നെ ഡിവോഴ്സ് ആവുന്നു. ആ കൈക്കുഞ്ഞിനെയും കയ്യിലെടുത്ത് ആ വീട് വിട്ടിറങ്ങുന്നു. അതിനുശേഷം സ്വന്തം അധ്വാനിച്ച് പഠിച്ച് പൊരുതി ആ കുഞ്ഞിനെ വളർത്തി ഇന്ന് അവരെത്തി നിൽക്കുന്നത് വലിയൊരു നിലയിലാണ്. സിനിമ, മോഡലിംഗ്, ബിസിനസ് തുടങ്ങി അവർ കീഴടക്കാത്ത മേഖലകൾ വിരളമാണ്. അതിലെല്ലാം ഉപരി അവരൊരു ധീരയായ അമ്മ കൂടെയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ജിപ്സ ബീഗം സദർ. വെൽക്കം. താങ്ക് യു. 16-ാമത്തെ വയസ്സിലാണ് ജിപ്സയുടെ വിവാഹം കഴിയുന്നത്. അതായത് ഏകദേശം ഒരു +1 വിദ്യാർത്ഥിനിയുടെ പ്രായം. പ്ലസ് ടു കഴിഞ്ഞു. അപ്പം എങ്ങനെയാണ് ആ പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് വിവാഹം കഴിപ്പിച്ചയക്കാൻ വീട്ടുകാർക്ക് തോന്നുന്നത്? വീട്ടുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും പല കാരണങ്ങളുണ്ടാവും. ചിലപ്പം ചിലർക്കാണെങ്കിൽ സാമ്പത്തിക ഭദ്രതയില്ലായ്മയോ അല്ലെങ്കിൽ വീട്ടിലിപ്പം അവർക്കൊരു രക്ഷിതാവിനെ വേറെ ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ ഉള്ളതുപോലെ. അപ്പം എൻ്റെ വീട്ടിൽ അത് തന്നെയായിരുന്നു. എനിക്കൊരു ഗാർഡിയനെ ഉണ്ടാക്കി തന്നു എന്നുള്ളതാണ്. കാരണം ഞാൻ നാട്ടിൽ കൂടുതൽ നിന്നത് എൻ്റെ ഗ്രാൻഡ്മയുടെ കൂടെയാണ്. അപ്പം മമ്മി, ഡാഡി, അനിയത്തിമാർ അവരൊക്കെ ദുബൈ സെറ്റിൽഡാണ്. അപ്പം എനിക്കായിട്ട് ഒരു ഗാർഡിയനെ ഉണ്ടാക്കി തന്നതായിരുന്നു അവർ. മീൻസ് എൻ്റെ ഗ്രാൻഡ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. പുള്ളിക്കാരിക്ക് അതിനിടയിൽ ഭയങ്കരമായിട്ട് മരിച്ചുപോയി എന്നൊക്കെ അങ്ങ് വിചാരിച്ചു. ഞാനൊക്കെ ആ സമയത്ത് ഗൾഫിൽ നിൽക്കുകയാണ്. ഞാൻ +1 പഠിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാനും എൻ്റെ രണ്ടാമത്തെ അനിയത്തിയും അവിടെ നിൽക്കുക. ആ സമയത്ത് എൻ്റെ ഗ്രാൻഡ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ കല്യാണം കാണണമെന്നുള്ളത്. പുള്ളിക്കാരിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. പിന്നെ മാത്രമല്ല ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലൊരു കോമൺ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഇപ്പം എൻ്റെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ എൻ്റെ 2 മാമച്ചിമാരുണ്ട്, എൻ്റെ മമ്മിയുണ്ട്, എൻ്റെ ഗ്രാൻഡ്മ ഉണ്ട്. ഇവരെല്ലാവരും കൂടിയാണ് തീരുമാനം എടുക്കുന്നത്. അപ്പോൾ അതിന് പകരം ഒറ്റൊരാൾ, അത് തന്നെയാണ് അവർ ഉദ്ദേശിച്ചത്. അപ്പോൾ എൻ്റെ ലൈഫ് സേഫ് ആവും എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പഠിക്കണമെങ്കിൽ പഠിക്കാം, ജോലിയാണെങ്കിൽ ജോലി ചെയ്യാം, പക്ഷേ എൻ്റെ ലൈഫ് സേഫ് ആവുമല്ലോ. പിന്നെ നല്ലൊരു പ്രപ്പോസലാണ് എന്നൊക്കെയുള്ള രീതിയിലാണ്. പിന്നെ ഞാനൊരു 9ാം ക്ലാസ്സൊക്കെ തൊട്ടേ എനിക്ക് വീട്ടിൽ കല്യാണാലോചന വരുന്നുണ്ടായിരുന്നു. അത്യാവശ്യം ഞാൻ നല്ല സൈസ് ഉണ്ടായിരുന്നു. ഇപ്പം മാത്രമല്ല, അപ്പോഴും നല്ല ഭയങ്കരമായിട്ട് സൈസ് അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു. ഭയങ്കര വണ്ണമൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും കുഞ്ഞു മക്കളെ പോലെയല്ലേ. അപ്പോൾ എൻ്റെ പൊന്നുവാണെങ്കിൽ പോലും വണ്ണമൊക്കെ ഉണ്ടെങ്കിൽ അവരൊരു ചെറിയ കുഞ്ഞുങ്ങളെ പോലെ. പക്ഷേ എനിക്കൊരു 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ലൊക്കെ നല്ല നല്ല ആലോചന വന്നിരുന്നു. അപ്പോൾ ഗ്രാൻഡ്മയും ചിന്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ആലോചന വരുമ്പം കല്യാണം കഴിച്ച് വിടുന്നതല്ലേ നല്ലത്. ലേശം ഈ കുലസ്ത്രീ അത് തന്നെയാണ്. അതൊക്കെയാണ് കാരണം. പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അതായത് കൂടെ പഠിച്ച കുട്ടികളെല്ലാം ബാഗും തൂക്കി ആസ്വദിച്ച് കളിച്ചിരുത്തിച്ച് നടക്കുമ്പം ഒരു വിഭാഗം മാത്രം ഒക്കത്തൊരു കുട്ടിയെയും തൂക്കി അടുക്കളയിൽ കഷ്ടപ്പെടുന്നത്. അതായത് കളിച്ച് രസിച്ച് നടക്കേണ്ട പ്രായത്തിൽ അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയാണ്. അവർ അടുക്കളയിൽ തളച്ചിടപ്പെടുകയാണ്. അങ്ങനെയുള്ള ആളുകളെ പറ്റി അല്ലെങ്കിൽ അത്തരം ഒരു രീതിയെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം?
ഇപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു ഇപ്പോൾ എൻ്റെ തന്നെ കാര്യം ഇപ്പോൾ എൻ്റെ കൂടെ പഠിച്ച സാലിമ് ഇപ്പോൾ കഴിഞ്ഞ 2021 തോന്നുന്നു അവൻ്റെ കല്യാണം. എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരുടെ തന്നെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞാൽ എൻ്റെ മോളും പറയാറുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഉമ്മയുടെ കൂടെ പഠിച്ച എല്ലാവരുടെയും ആംഗ്ലമാരുടെയൊക്കെ കല്യാണം ഇപ്പോൾ സാലിമിൻ്റെ കല്യാണം ഇപ്പോൾ കഴിഞ്ഞു. അവനൊരു ഇപ്പോൾ അവൻ്റെ വൈഫ് ഡെലിവറി കഴിഞ്ഞതേ ഉള്ളൂ. അവന് എൻ്റെ കൂടെ പഠിച്ച ആക്കിൽ അവന് 2-3 വയസ്സായ കുഞ്ഞുള്ളൂ. ഇപ്പം എൻ്റെ കൂടെ പഠിച്ച എല്ലാവരും ഇപ്പം അടുത്ത ഒരു 3-4-5 വർഷത്തിനുള്ളിലാണ് അവരുടെ കല്യാണം കഴിഞ്ഞതും കുഞ്ഞുങ്ങളുണ്ടാവുന്നതൊക്കെ. പക്ഷേ ഈ ചെറുപ്രായത്തിലേക്ക് എത്തിച്ചു വിടുന്നതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. ഇപ്പം എൻ്റെ മോളാണെങ്കിലും ഞാൻ പറയും മിനിമം 25, ഇനി എത്ര നല്ല ആലോചന വരട്ടെ, ഇനി ഏത് സാഹചര്യം ആവട്ടെ, ഇനിയിപ്പോൾ ഞാൻ മരിച്ചു പോകണമെന്ന് വെച്ചാൽ ഞാൻ മരണക്കിടക്കയിൽ കിടക്കുകയെന്ന് വിചാരിച്ചാൽ പോലും ഞാൻ പറയും ഒരു കാരണവശാലും എൻ്റെ കുഞ്ഞിനെ അവൾ ഭയങ്കര നല്ലൊരു പക്വത എത്തി. ഇപ്പോഴും അവൾ നല്ല പക്വതയാണ്, പക്ഷേ എങ്കിൽ പോലും എൻ്റെ ഇന്നത്തെ പക്വത ഒക്കെ ഉണ്ട്. പക്ഷേ അവളെ കെട്ടിച്ചു വിടരുതെന്ന് ഞാൻ എൻ്റെ വീട്ടുകാരോട് എൻ്റെ മമ്മീനോടാണെങ്കിലും, കാരണം അവൾക്കൊരു ഗാർഡിയനെ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൾക്ക് എന്താണോ വേണ്ടത്, അവൾക്ക് പഠനത്തിനാണെങ്കിലും ബാക്കി അവളുടെ ഫ്യൂച്ചർ ലൈഫ് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിലും അവൾക്ക് 3 നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവളെ കല്യാണം കഴിച്ച് വേറൊരു വീട്ടിലോട്ട് വിടണ്ട എന്ന് ഞാൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് പഠിക്കുകയോ പഠിക്കാതിരിക്കുകയോ ഇനി പഠിക്കാൻ താല്പര്യമില്ലെങ്കിലും അവൾ വീട്ടിൽ നിന്നോട്ടെ, അവൾ ആ സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ട് ആ സന്തോഷത്തിൽ നിന്നോട്ടെ. കാരണം എന്തിനാണ് കുഞ്ഞിൻ്റെ ആ ഒരു കുട്ടിത്വം നഷ്ടപ്പെടുത്തുന്നത്? കാരണം എനിക്ക് ബാല്യത്തിൽ തന്നെ എൻ്റെ കുട്ടിത്വമൊക്കെ നഷ്ടപ്പെട്ടതാണ്. എൻ്റെ ക്യൂട്ട്നെസ്സും ഒക്കെ ആ സാഹചര്യത്തിൽ അതിൻ്റെ ഒരുപാട് വേദന എനിക്ക് നന്നായിട്ടുണ്ട്. ഇപ്പം എൻ്റെ അനിയത്തിയും എൻ്റെ മോളും തമ്മിൽ 5 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ മീൻസ് എൻ്റെ അനിയത്തി ആവേണ്ട ആളാണ് എൻ്റെ കുഞ്ഞ്. അനിയത്തി ആവേണ്ട പ്രായത്തിലാണ് ഞാനിപ്പോൾ മോളും ഒരു ഏജും. ശരിക്കും ഈ ഒരു കാര്യത്തിൽ കാരണം പെൺകുട്ടികൾ വളർന്ന് പഠിച്ച് അവർ സ്വന്തം കാലിൽ നിൽക്കാനായതിനു ശേഷം എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം അങ്ങനെയായിരുന്നു. അപ്പോൾ കല്യാണം എന്ന് പറയുമ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഇതല്ല. അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കുട്ടിത്വമായിരുന്നു, ഭയങ്കര കുട്ടിത്വമായിരുന്നു. ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയുക, എപ്പോഴും എൻ്റെ കൂടെ പഠിച്ച് ഇപ്പം നാട്ടിൽ പഠിക്കുന്ന പിള്ളേരും പറയുമായിരുന്നു ഒരു FM സ്പീക്കർ വെച്ച പ്രതീതിയായിരുന്നു. കാരണം എപ്പോഴും മൂളിപ്പാട്ടൊക്കെ പാടി അങ്ങനെ നടക്കുന്ന മഞ്ചാടിക്കുരു മറ്റേ കുപ്പിവള, അത് ഞാൻ കല്യാണം കഴിഞ്ഞ് പൊന്നു ആയതിനു ശേഷം ആ കുപ്പിവള പൊട്ടുകളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴും എൻ്റെ കുടുംബ വീട് പൊളിച്ചില്ലെങ്കിൽ അതൊക്കെ ഉണ്ടായിരുന്നു. കാരണം അങ്ങനെ ഒരിതായിട്ട് എൻ്റെ കുടുംബത്തിലെ ഒരു മൂത്ത കുട്ടി ഞാനായിരുന്നു. അപ്പോൾ മാമച്ചിമാരുടെ ആണെങ്കിൽ മമ്മിയാണ് ഏറ്റവും മൂത്ത ആൾ. അപ്പോൾ അതിൻ്റെ ഒരു ലാളനയും എല്ലാവരിൽ നിന്നും, മീൻസ് മമ്മിയിൽ നിന്ന്, മാമച്ചിമാരിൽ നിന്ന്, ഗ്രാൻഡ്മാരിൽ നിന്ന്, എല്ലാവരിൽ നിന്നും ഒരു ആ ലാളനയും പരിഗണനയും ഒക്കെ കിട്ടി. എല്ലാവരുടെയും ഒരു ചെല്ലക്കുട്ടി എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ വളർത്തിയത് തന്നെ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഭയങ്കര എന്താ പറയുക ഒരു ക്യൂട്ട്നെസ് എനിക്ക് ആ സമയത്തുണ്ടായിരുന്നു. ഞാൻ ചെല്ലുമ്പോഴും അവിടെ ചെല്ലുമ്പോഴും എൻ്റെ കല്യാണം കഴിച്ച് ചെല്ലുമ്പോഴും ആ വീട്ടിൽ ഞാനൊരു കുഞ്ഞു കുട്ടിയായിരുന്നു. കല്യാണം കഴിഞ്ഞ് ചെല്ലുന്ന വീട്ടിലും ഞാനൊരു കുഞ്ഞു കുട്ടിയായിരുന്നു. ഈ ബാലരമ, കളിക്കുടുക്ക, അങ്ങനെയൊക്കെയുള്ള അവരുടെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ വിരുന്നിന് പോവില്ല. കല്യാണം കഴിഞ്ഞ് അവിടെ പോയി തിരിച്ച് വരുമ്പോൾ ഇത് കളക്ട് ചെയ്ത് കൊണ്ടുവരല. അതാണ് ജീവിതം എന്താണെന്ന് അറിയുന്നതിന് മുന്നേ. കാരണം അപ്പോൾ ഞാൻ ചിന്തിച്ചതെന്ന് വെച്ചാൽ ഈ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഞാനിപ്പോൾ നാട്ടിലെ വീട്ടിൽ നിന്ന് ഗൾഫിലോട്ട് പോകും, മമ്മിയുടെ അടുത്ത് പോകുന്നു. മമ്മിയുടെ അടുത്ത് നിന്ന് നാട്ടിൽ വരുമ്പോൾ മാമച്ചപ്പുള്ളി ഇപ്പോൾ അസിസ്റ്റന്റ് കമ്മീഷണറാണ്, അന്ന് SI ആയിരുന്നു. അപ്പോൾ കുറച്ചാൾ വെക്കേഷൻ അവരുടെ ക്വാർട്ടേഴ്സിലായിരിക്കും, കൂടുതലും ക്വാർട്ടേഴ്സ് ലൈഫ് നാട്ടിൽ അവരുടെ കൂടെ ആയിരിക്കും. അപ്പോൾ ഞാൻ അതുപോലെ വേറൊരു വീട്ടിൽ പോകുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്രയും ഉണ്ടായിരുന്നു. അവിടെ പോകുന്നു, വീണ്ടും പഠിക്കുന്നു, ജോലി ചെയ്യുന്നു, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഇതാണ്. അതിൻ്റെ കൂടെ ഇപ്പോൾ പൊമ്മച്ചി മാറി ഹസ്ബൻഡായി. അതുവരെ അതേ ഞാൻ കണ്ടു. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഈ അനുഭവിച്ച ഒരു ബുദ്ധിമുട്ടുകളും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം മമ്മിക്കാണെങ്കിലോ അല്ലെങ്കിൽ എൻ്റെ മാമച്ചിമാർ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതിലോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് സർക്കിളിലോ അല്ലെങ്കിൽ കുടുംബത്തിലോ ഒന്നും ഞാൻ അനുഭവിച്ച ഒരു വിഷമങ്ങളും അതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്തത് കൊണ്ടും അറിഞ്ഞിട്ടുമില്ല. പറഞ്ഞിട്ടോ കേട്ടിട്ടോ അറിവിലോ എനിക്കില്ലാത്തത് കൊണ്ടും എൻ്റെ മനസ്സിലും അത്ര തന്നെ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഓക്കെ, +2 കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത ഇതിന് പോകും. എനിക്ക് പൈലറ്റ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിങ്ങിന് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ കല്യാണം ഉറപ്പിച്ച് മെയ് 13-ന് റിസൾട്ട് വരണം, 20-ന് കല്യാണം. അപ്പോൾ എൻ്റെ മനസ്സിൽ പക്ഷേ അതിൽ പ്രത്യേകിച്ച് വേറൊന്നും തോന്നിയില്ല. ഇങ്ങനെ ചാടി ഓടി ഇങ്ങനെ കളിക്കുന്ന ഒരാൾ എന്നുള്ളത് തന്നെയായിരുന്നു. എൻ്റെ പൊന്നുവിനെ പ്രഗ്നൻ്റ് ആവുന്നത് വരെയും ആ ഒരു രീതിയിലായിരുന്നു എൻ്റെ ലൈഫ് മുന്നോട്ട് പോയത്. അല്ലാതെ അതിൽ അപ്പുറം ഒരു പ്രത്യേകതയൊന്നും ഞാൻ ഇനിയെങ്കിലും ആൾക്കാർക്ക് ഒരു മാറ്റം വരട്ടെ. കാരണം ഈ കളിച്ച് രസിച്ച് നടക്കുന്ന പ്രായത്തിൽ അത് ഞാൻ എപ്പോഴും ഞാൻ എൻ്റെ കൊച്ചിൻ്റെ മുഖത്ത് നോക്കുമ്പോഴും അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ള പിള്ളേരുടെ മുഖത്ത് നോക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നും ഇതേ പ്രായത്തിലല്ലായിരുന്ന ഞാൻ, അല്ലെങ്കിൽ എന്ത് കാര്യം വാർത്തകളിലൊക്കെ പല കാര്യങ്ങൾക്ക് ഇപ്പോൾ അല്ലെങ്കിൽ 20-22 വയസ്സ് അല്ലെങ്കിൽ 23 വയസ്സ് 25 വയസ്സിലേക്ക് പിള്ളേർ അപ്പോൾ അവർ കൊച്ചു കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് പല ചെയ്യുന്ന തെറ്റുകളെ നിസ്സാരവൽക്കരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കും
എൻ്റെ ഈ 25 വയസ്സിൽ എൻ്റെ പൊന്നു എത്ര വയസ്സുണ്ട്, ഞാൻ അങ്ങനെ ചിന്തിക്കും. അവൾക്കപ്പോൾ 7 വയസ്സില്ലേ, ഞാൻ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ എന്തൊക്കെ ചെയ്തു, ഞാൻ എന്തൊക്കെ അനുഭവിച്ചു, അതൊക്കെ ഞാൻ ഓവർകം ചെയ്തില്ല. അപ്പോൾ ഒരു കൊച്ചുകുട്ടിയാണ്. അപ്പം നമ്മൾക്ക് വേണം എന്ന് വെച്ചാൽ ഏത് പ്രായത്തിലും ചെയ്യാം. പക്ഷേ അങ്ങനെയല്ല, നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ കിട്ടേണ്ട, നമുക്കൊരു സപ്പോർട്ട് കിട്ടേണ്ട, നമ്മളെ പാമ്പർ ചെയ്ത് നിൽക്കേണ്ട സമയങ്ങളിൽ അത് തന്നെ വേണം. അല്ല ആ സമയത്ത് ഈ നടതള്ളും പോലെ കല്യാണം കഴിച്ച് വിടുന്നത് അതിനോട് സത്യത്തിൽ ഞാൻ യോജിപ്പില്ല. ഇങ്ങനെ മാറ്റം ഉണ്ടാവട്ടെ. കാരണം ഈ 10 മാസത്തിന്റെ കണക്ക് പറഞ്ഞാണ് പലരും ഈ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാർ ഒരു മക്കൾക്കും ദോഷം വരണമെന്ന് ഒരു വീട്ടുകാരും ചിന്തിക്കില്ല. ഒരാളും ഒരു മക്കൾക്കും ദോഷം വരണമെന്ന് ചിന്തിക്കില്ല. അപ്പോൾ അവർ ചിന്തിക്കുന്നത് സേഫായിട്ടുള്ള ഒരു കയ്യിൽ എത്തിക്കുക. അപ്പം എനിക്ക് +2 കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഫോറിൻ കൺട്രീസിൽ പോയി പഠിക്കണം ഭയങ്കര ആഗ്രഹം. അപ്പം കൊല്ലത്തുള്ള പറഞ്ഞിക്കാവിലെ ജിഷ ഉണ്ട്. അപ്പം എൻ്റെ കൂടെ പഠിച്ച അരുൺ, അവൻ കണ്ണൂരുക. അപ്പം അവൾ പറയുമായിരുന്നു, എടി എനിക്കൊരു അങ്കിളുണ്ട് അമേരിക്കയിൽ, ഞാൻ +2 കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. അപ്പം ഞാൻ പറഞ്ഞു, എടി എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഞാനവൾ ഭയങ്കര കൂട്ടായിരുന്നു, എന്നെയും കൂടെ കൊണ്ടുപോയി. കാരണം അങ്ങനത്തെ അതൊക്കെ ഉള്ളൂ. അതിലപ്പുറം എന്ന് പറഞ്ഞ ഒരു ലോകത്തിനെ കുറിച്ച് ഒന്നിനെക്കുറിച്ച് നമുക്ക് ഫുഡ് വിശക്കുമ്പോഴത്തേക്കും വന്ന് ടേബിളിൻ്റെ മുമ്പിൽ ഇരിക്കും, ഫുഡ് കിട്ടും. രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബസ് വരണത് വരെ, സ്കൂൾ ബസ് വരണത് വരെ കണ്ണാടിയുടെ മുമ്പിലായിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടുകാരുടെ അടിയെ പേടിച്ച്, ഞാനൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ സ്കൂളിൽ നിന്നൊക്കെ നല്ല അടി കിട്ടുമായിരുന്നു. ഇന്നത്തെ പോലെയൊന്നുമല്ല. അടിയെ പേടിച്ചിട്ടും പിന്നെയെന്ന് വെച്ചാൽ ഞാനൊരു അറ്റൻഷൻ സീക്കറും കൂടിയാണ് ആ സമയത്തൊക്കെ. അപ്പം എന്നെ ടീച്ചേഴ്സൊക്കെ ശ്രദ്ധിച്ച് പഠിപ്പിക്കണം എന്നുള്ളത് എൻ്റെ ഭയങ്കര. ഇപ്പം ഇല്ല. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റേജൊക്കെ മാറിയില്ലേ. ഇപ്പം എൻ്റെ ജീവിത സാഹചര്യങ്ങൾ എന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നുണ്ട്. ഞാൻ അതിനായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ എൻ്റെ ഓരോ ദിവസത്തെ ലൈഫ് സ്റ്റൈലും ഞാൻ അനുഭവിക്കുന്ന സാഹചര്യങ്ങളും ഞാൻ ഓവർകം ചെയ്ത് വരുന്ന എൻ്റെ ഓരോ പ്രതിസന്ധികളും ഉണ്ടല്ലോ, അത് എന്നെ മറ്റുള്ളവരിൽ നിന്ന് സാഹചര്യം ദൈവം ഉണ്ടാക്കി തരുന്നുണ്ട്. അതൊക്കെ ഓരോ സാഹചര്യങ്ങളും ഞാൻ ഇങ്ങനെ മറികടന്ന് വരുമ്പോഴത്തേക്കും അത് മറ്റുള്ളവരിൽ നിന്ന് എന്നെ ഒരു വേറിട്ടൊരു വ്യക്തിയാക്കുന്നുണ്ട്. എൻ്റെ പെരുമാറ്റം, എൻ്റെ സംസാരം, എൻ്റെ പ്രവൃത്തിയൊക്കെ. തിരിച്ച് നമുക്ക് 16-കാരിയിലേക്ക് വരാം. അപ്പോൾ എന്തായിരുന്നു ശരിക്കും അയാളുമായിട്ടുള്ള പ്രശ്നം? അതൊക്കെ കഴിഞ്ഞ കാര്യമാണ് സത്യത്തിൽ. അതുകൊണ്ട് തന്നെ എൻ്റെ വിഷമങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ അത് മറ്റുള്ളവരുടെ ഒരു കുറ്റം കൂടി അതിലുണ്ടാവും. അതിപ്പം എൻ്റെ വീട്ടുകാർക്കും അവരുടെ വീട്ടുകാർക്കും നമ്മളെ അടുത്തറിയുന്ന ബന്ധുക്കൾക്കും ഫ്രണ്ട്സിനും എല്ലാം വ്യക്തമായിട്ട് അറിയുന്ന 1, 2, 10 കാരണങ്ങളല്ല. അപ്പം ഉപ്പില്ല, മുളകില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല, അല്ലെങ്കിൽ മേക്കപ്പ് സാധനം മേടിച്ചെന്നില്ല, എന്നെ അവിടെ കൊണ്ടുപോയില്ല, ഇവിടെ അങ്ങനത്തെ കാരണങ്ങളൊന്നും അല്ല. അപ്പോൾ പലരുടെയും പല കാരണങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഇതൊക്കെ ഒരു ഡിവോഴ്സിനുള്ള കാരണമാണോ? കാരണം ഞാൻ നെല്ലിപ്പലക എന്നൊക്കെ പറയത്തില്ലേ, ക്ഷമയുടെയൊക്കെ നെല്ലിപ്പലക വരെ സഹിക്കാവുന്നതിൻ്റെ അങ്ങേറ്റമൊക്കെ സഹിച്ചവർ, അത് അവരുടെ വീട്ടുകാർക്കും അറിയാം. അതെല്ലാ പേർക്കും നന്നായിട്ട്. അതുകൊണ്ടാണ് അവരൊക്കെ ഇപ്പം ഈ 11 വർഷം കഴിഞ്ഞിട്ടും അവരെന്നോട് ഇപ്പോഴും അവർ വിളിക്കുകയും സംസാരിക്കുകയും. ഞാൻ കുറച്ച് നേരത്തെ ചാറ്റിങ് കാണിച്ചു തന്നില്ലേ, അപ്പോൾ അവരുടെ കസിൻസൊക്കെ എന്നോട് ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട്, അവരുടെ വീട്ടിലെ കുട്ടിയെ പോലെ തന്നെയാണ് റിലേറ്റീവ്സൊക്കെ നടക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഞാൻ അനുഭവിച്ചതിൻ്റെ കാഠിന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് കാര്യം. തമ്മിൽ എത്ര ഏജ് ഡിഫറൻസ് ഉണ്ടായിരുന്നു? 12 കൂടുതലുണ്ട്. പിന്നെ ഞാൻ ഇതുവരെയും എൻ്റെ FBയിലോ ഒരു സ്ഥലത്തോ അത് ആരാണെന്നോ എന്തായിരുന്നു കാരണമെന്ന് പറയുന്നത് വെച്ചാൽ മറ്റുള്ളവർക്ക് അതൊരു വിഴുപ്പലക്കാൻ കൊടുക്കേണ്ട ആവശ്യമില്ല. പുള്ളി അത് കഴിഞ്ഞ 2 മാസം കഴിയുമ്പോൾ തന്നെ വേറൊരു ലൈഫിലോട്ട് പോയി. ഞാൻ എൻ്റെ കുഞ്ഞുമായിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങളും അവളുടെ പഠിത്തവും അവളുടെ ജീവിതവും അവളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും സത്യം പറഞ്ഞാൽ എൻ്റെ ഓരോ ദിവസവും അവളാണ് എൻ്റെ ജീവിതം. എൻ്റെ എന്ന് പറയുന്നത് ഞാൻ അതോടുകൂടി മറന്നതാണ്. ഡിവോഴ്സ് എന്ന് പറയുന്ന സംഭവം ഞാൻ സ്റ്റേഷനിൽ നിന്ന് സൈൻ ചെയ്ത് ഇറങ്ങുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഞാൻ അത് അങ്ങനെ ചെയ്തത്. എനിക്ക് കോടതിയിൽ കയറാനൊക്കെ ഭയങ്കര, ഞാൻ 2-3 പ്രാവശ്യം നമ്മുടെ അഡ്വക്കേറ്റ് നൂർബിന റഷീദ് പുള്ളിക്കാരിയായിരുന്നു. അപ്പം പുള്ളിക്കാരി വനിതാ കമ്മീഷൻ മെമ്പറൊക്കെയാണ്. പിന്നെ ആ സമയം അത്യാവശ്യം സ്ത്രീകളുടെ കാര്യങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് ഇടപെടുന്ന ആൾ എന്നൊക്കെ ഉള്ള രീതിയിലാണ് കൊടുത്തത്. പക്ഷേ ഓരോ സിറ്റിങ്ങിനും 10,000 രൂപ വീതം, 3 സിറ്റിങ്ങിൽ 30,000 രൂപ. അന്ന് 2013 പോയപ്പോൾ തന്നെ ഇതെല്ലാം ഞാൻ ജോലി ചെയ്ത പൈസയാണ്. അപ്പം എനിക്കിതൊരു നടപടി ആവൂലെന്ന് എനിക്ക്. പിന്നെ മാത്രമല്ല പുള്ളിയുടെ വീട്ടുകാരെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പുള്ളിയുടെ ഉമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ഗ്രാൻഡ്മായുടെ പ്രായമാണ്. പുള്ളിയുടെ ബ്രദർ എന്ന് പറഞ്ഞാൽ എൻ്റെ മാമച്ചിയുടെ പ്രായമാണ്. കാരണം ഇവരൊക്കെ എനിക്ക് ഭയങ്കര, എൻ്റെ മാമച്ചി എൻ്റെ ഉമ്മച്ചി കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ആരും ഉള്ളൂ. കാരണം അവരായിരുന്നല്ലോ എൻ്റെ ലോകം. അപ്പോൾ നമ്മൾ ഈ ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് അവർ കുറച്ചുകൂടി കാര്യങ്ങൾ എഴുതി ചേർക്കും. അനുഭവിച്ചതാണെങ്കിൽ ശരി, അത് ഇങ്ങനെ വീണ്ടും വീണ്ടും പറയണ കേൾക്കുമ്പോൾ അവരെ മോശക്കാരാക്കുന്ന രീതിയിൽ പറയുന്ന കേൾക്കുമ്പോൾ പുള്ളി ചെയ്ത തെറ്റിന് പുള്ളി നന്നായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ
മറ്റുള്ളവർ ആരെ കൊണ്ടും എനിക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവത്തില്ലായിരുന്നു. ഒരു ജനറേഷന്റെ ഗ്യാപ്പ് ഉണ്ട് നിങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ട് എല്ലാ രീതിയിലുണ്ട്. അപ്പോൾ അതൊക്കെ കാരണം ഞാൻ കേസൊക്കെ ഒഴിവാക്കി, ഞാൻ എല്ലാ കാര്യങ്ങളും ഇതാക്കി. ഞാൻ കാലിക്കട്ടിലായിരുന്ന സമയത്ത് അവരുടെ വീട്ടിലല്ല, കാലിക്കട്ടിൽ എനിക്ക് ജോലി ഉണ്ടായിരുന്നു, എനിക്ക് ബിസിനസ് ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞു സാമ്രാജ്യം ഞാനായിട്ട് അവിടെ ഇങ്ങനെ എൻ്റെ പ്രായത്തിനനുസരിച്ച് നോക്കുമ്പോൾ 3-4 ഷോപ്പ്, തിരുപ്പൂർ ഒരു കമ്പനി ഒക്കെ ആയിട്ട് ഇങ്ങനെ പടിപടിയായിട്ട് ഞാനിങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. 18-19 വയസ്സ് തൊട്ട് തുടങ്ങിയതാണ്. അപ്പം അതൊക്കെ വിട്ടിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് എൻ്റെ ഗ്രാൻഡ്മ വന്ന് എന്നെ വിളിച്ചോണ്ട് പോവുകയും ചെയ്തത്. അവിടുന്ന് ഇറങ്ങി വരുമ്പോൾ മകൾക്ക് എത്ര വയസ്സായിരുന്നു? മോക്കൊരു 3 വയസ്സ് 4 വയസ്സായിരുന്നു. അവിടെ നിന്ന് ഞാൻ എൻ്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ നിന്നിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് ഏവിയേഷന് പഠിക്കുമ്പോൾ പോലും പെരുന്നാൾ വന്നാൽ എനിക്ക് 40 കിലോമീറ്റർ ആയ എൻ്റെ വീടുണ്ട്, അവിടെ ഗ്രാൻഡ്മ ഒറ്റയ്ക്കേ ഉള്ളൂ. പക്ഷെ ഞാൻ നേരെ ട്രെയിൻ കയറിയിട്ട് മറ്റേ 5 മണിക്ക് ഒരു ഇൻ്റർസിറ്റി ട്രെയിൻ ഉണ്ട്. അപ്പോൾ മോള് കുഞ്ഞു കൊച്ചു, അവള് 1 വയസ്സ് ആവുന്നതേ ഉള്ളൂ ഞാൻ ഏവിയേഷന് പോകുമ്പോൾ. കുഞ്ഞു കുട്ടിയെ കൊണ്ട് കിട്ടുന്ന വണ്ടിയിൽ വലിഞ്ഞു കയറി ട്രെയിനിൽ കയറിയിട്ട് അവളെയും കൊണ്ട് ഞാൻ പുള്ളിയുടെ വീട്ടിൽ വരുമായിരുന്നു. പുള്ളി തൃശ്ശൂരാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ 40 കിലോമീറ്റർ ഇതായി എൻ്റെ ഗ്രാൻഡ്മാനെ കാണാൻ പോകുന്നതിനെക്കാട്ടിയും പുള്ളിക്കാരൻ്റെ വീട്ടിലോട്ട്. കാരണം എന്നെ കുഞ്ഞിലേ തൊട്ടേ എൻ്റെ ഗ്രാൻഡ്മ എന്നെ ഒരു കുലസ്ത്രീ രീതിയിൽ പഠിപ്പിച്ച ഒരാളാണ്. അതിപ്പോഴും എൻ്റെ മൈൻഡിലുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ അന്യ വീട്ടുകാർക്കുള്ളതാണ്. അവിടെ തിന്നാനുണ്ടാവും, കുടിക്കാനുണ്ടാവാതിരിക്കും. പക്ഷേ ചിലപ്പോൾ ഇപ്പോൾ ഇവിടെ എല്ലാ സുഖസൗകര്യത്തിലും വളരുമെങ്കിലും ചിലപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോയിട്ട് നിൽക്കേണ്ടി വന്നാൽ അതൊക്കെ തരണം ചെയ്ത് പോകണം. ഭർത്താവ് നമ്മളുടെ കാണപ്പെട്ട ദൈവമാണ്. ഇത് ഒരു കാരണമാണ് എൻ്റെ വീട്ടുകാരോട് ഞാനൊന്നും പറയാതിരിക്കാനുള്ളൊരു മെയിൻ കാരണം. പിന്നെ മാത്രമല്ല വീട്ടിലൊക്കെ ഞാൻ നന്നായി, ഇപ്പോഴത്തെ ഞാനായിരുന്നു എൻ്റെ വീട്ടിലൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു മറുപടി പറയും എന്ത് കാര്യത്തിലും. കാരണം പുള്ളിയുടെ വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കര ഒബീഡിയൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അനുസരണയുള്ള ഒരു മരുമകളാണ്. കാരണം എന്നെ പറ്റിയിട്ട് ഒന്നും മോശം പറയാൻ ഉണ്ടാവരുത് ഒരിക്കലും. എന്ന് വെച്ചാൽ എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഞാൻ വീട്ടിൽ കുനിഞ്ഞിട്ടൊരു കുപ്പ എടുത്ത് മാറ്റാതല്ല, അതൊന്നുമില്ല. പക്ഷെ സ്വന്തം വീട്ടിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ്. പക്ഷെ പുള്ളിയുടെ വീട്ടിൽ ഞാൻ ചെയ്യാത്ത ഒരു പണിയുമില്ല. നിങ്ങൾ എത്ര വർഷം ഒരുമിച്ച് ജീവിച്ചു? ഞാൻ ഒരുമിച്ച് ജീവിച്ച വർഷങ്ങളൊക്കെ കുറവാണ്. കാരണം എന്ന് വെച്ചാൽ പുള്ളി ഗൾഫിലും, ഞാനത് കഴിഞ്ഞ ശേഷം പഠിക്കാൻ പോകുന്ന, ജോലി, ബിസിനസ്, കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് ഫുൾ ടൈം എൻഗേജ്ഡ് ആയിരുന്നു ഞാൻ. പിന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി മോള് പ്രഗ്നൻ്റ് ആയി. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഗൾഫിൽ പോയി. ഞാൻ +2 കഴിഞ്ഞ് അവിടെ നിന്ന് ദുബൈയിൽ നിന്ന് വന്നതാണ്. എൻ്റെ പാരൻസൊക്കെ ഇപ്പോഴും മമ്മി, ഡാഡി, അനിയത്തിമാരെല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ തിരിച്ച് വന്നിട്ട് വീണ്ടും കല്യാണം കഴിഞ്ഞ് വീണ്ടും തിരിച്ച് ദുബൈയിലോട്ട് തന്നെ പോയി. അവിടെ നിന്ന് ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ മനസ്സിലായത് ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത, എന്ന് വെച്ചാൽ ഞാൻ നടുക്കയത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ അവിടെ നിന്നാണ് എൻ്റെ ഈ കുട്ടിത്വവും എന്ന് വെച്ചാൽ പെട്ടെന്നുള്ളൊരു മാറ്റം വരുന്നത് എനിക്ക്. പിന്നെ ഞാൻ അതുവരെ കളിച്ചും ചിരിച്ചും നടക്കുക, കാര്യം പറഞ്ഞ് ഭയങ്കര കിൽക്കാൻ പറ്റിയിട്ടൊക്കെ നടന്ന എനിക്ക് പെട്ടെന്നുള്ളൊരു ചേഞ്ചായിരുന്നു. അതിനുശേഷം ഞാൻ ബോൾഡ് ആവണം, ഞാൻ കാര്യമായിട്ട് പഠിക്കാൻ പോകണം, ഞാൻ ജോലി ചെയ്യണം, ഞാൻ ബിസിനസ് ചെയ്യണം. കാരണം ഇനി എൻ്റെ ജീവിതം എന്ന് വെച്ചാൽ പിന്നെ ഒരു 18 വയസ്സ്. അപ്പോൾ ഇനി എൻ്റെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നപ്പോഴാണ്. കാരണം അപ്പോൾ എന്നോട് അപ്പോഴൊക്കെ പലരും പറയുന്നത് നീ ഇത്രയൊക്കെ അനുഭവിച്ച് നിൽക്കേണ്ട ആവശ്യമുണ്ടോ, ഡിവോഴ്സ് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ, കാരണം എൻ്റെ ഭർത്താവാണല്ലേ, ഇപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് നാളെ ഇതൊക്കെ കഴിഞ്ഞ് നല്ലൊരു ജീവിതം ഉണ്ടായാൽ പിന്നെ നമ്മൾ ഇനിയിപ്പോൾ അന്നങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിക്കുന്നതിൽ കാര്യമില്ല. കാരണം ഞാൻ അത്ര ക്ഷമിക്കുകയും ഭയങ്കരമായിട്ട് സഹിക്കുകയും ചെയ്യും. ജീവിതത്തിൽ എനിക്ക് ഇത്രയൊക്കെ സഹിക്കാൻ കഴിയുമെന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ അനുഭവിച്ച വിഷമങ്ങളിൽ കൂടിയാണ്. അപ്പം ഞാൻ ഇപ്പോഴും ഒരു സ്ഥലത്തും, ഞാനിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഇത്രയും പറയുന്നത്, ഒരു സ്ഥലത്തും ഞാൻ റിവീൽ ചെയ്തിട്ടില്ല. ആണ് ഇത് അവരുടെ വീട്ടുകാരും പറയുന്നുണ്ട്. പുള്ളിയുടെ കസിൻസ്, അവിടെ ഹോൾ ഫാമിലി, എൻ്റെ ഹോൾ ഫാമിലിയും അവരുടെ ഹോൾ ഫാമിലിയും ദുബൈ സെറ്റിൽഡ് ആണ്, എല്ലാവരും അവിടെ തന്നെയാണ്. അപ്പോൾ അവരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് അവൻ എന്ത്, കാരണം അവളെ കുറ്റം പറഞ്ഞാൽ മതി. കാരണം എന്ന് വെച്ചാൽ അവളെ ഒന്ന് അപ്പോഴും കുറ്റം എനിക്കാണ്. അവൻ അങ്ങനെ നശിപ്പിച്ച് കളയുന്നെങ്കിൽ, അവൻ അറിയാത്ത ബിസിനസ് ചെയ്ത് ഇതാക്കുന്നെങ്കിൽ, അവൻ അങ്ങനെ ചെയ്യുന്നെങ്കിൽ, അവൻ ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ ഒക്കെ അവൾ വളം വെച്ച് കൊടുത്തിട്ടല്ലേ. ഞാൻ പിന്നെ എന്താ ചെയ്യണം, കുറ്റം പറഞ്ഞാൽ നടക്കുള്ളൂ, ഞാൻ എന്താ അടിക്കണോ, ഞാൻ എന്ത് ചെയ്യണം പറയും. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഓരോ പ്രാവശ്യം വീട്ടിൽ കടം മേടിക്കുമ്പോഴത്തേക്ക് ഞാൻ മാക്സിമം എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ട് കൊടുക്കും. അല്ലെങ്കിൽ എൻ്റെ ചെക്കും പ്രോമിസറി നോട്ട് കൊടുത്തിട്ട് കണ്ടവരുടെ കയ്യിൽ നിന്ന് പലിശക്ക് കിടക്കും. അല്ല മീൻസ് അതോടുകൂടി നന്നാവണമെങ്കിൽ ഓക്കെ, അടുത്തത് കഴിയുമ്പോഴേക്ക് ഇത് കഴിഞ്ഞത് വന്നതൊക്കെ പോട്ടെ, ഇനി തൊട്ട് ഓക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ എന്നാൽ കഴിഞ്ഞതൊക്കെ പോയിക്കോട്ടെ, ഇനിയിപ്പോൾ വരുമ്പോഴത്തേക്കും അത് ഓക്കെ എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴൊക്കെ ആൾക്കാർ ചെയ്യുന്ന കണക്ക് ചെറിയ ചെറിയ കാര്യമൊന്നും ഇല്ലായിരുന്നു എൻ്റെ ജീവിതത്തിലൊക്കെ ഉണ്ടായിരുന്നത്.
മാത്രമല്ല എൻ്റെ വീട്ടിൻ്റെ ഫാമിലിയുടെ റെപ്യൂട്ടേഷൻ എനിക്ക് ഭയങ്കര വലുതായിരുന്നു. പിന്നെ എൻ്റെ ഗ്രാൻഡ്മ ഞാൻ ഡിവോഴ്സായിട്ട് എനിക്കൊരു വിഷമമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം ഞാൻ എന്തായാലും അനുഭവിക്കുന്നു, അവരെയും കൂടെ പറഞ്ഞ് വിഷമിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിപ്പോൾ എൻ്റെ മോൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവൾ പറയുന്നത് അങ്ങനെ അമ്മയും അമ്മച്ചിയെ അറിയിക്കല്ലേ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിഷമിക്കും എന്നുള്ളൊരു ഇതുണ്ടല്ലോ. പക്ഷേ പുള്ളിയുടെ വീട്ടിൽ എല്ലാവർക്കും അറിയാമായിരുന്നു അപ്പോൾ അവരും പറയും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വിഷയം പല വിധത്തിലുള്ള പ്രശ്നം. കാരണം എന്ന് വെച്ചാൽ പുള്ളി വേറൊരു ഫാമിലി ആയിട്ട് ഇപ്പോൾ ജീവിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആരെയും താറടിച്ച് കാണിക്കുകയെ അല്ലെങ്കിൽ കാരണം പുള്ളിയുടെ പെങ്ങന്മാരെയൊക്കെ നല്ല നല്ല കുടുംബങ്ങളിൽ കല്യാണം കഴിച്ച് അവരൊക്കെ നന്നായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പം അവർക്കൊക്കെ എന്നെ അറിയാത്ത ആരുമില്ല. അപ്പോൾ അതൊക്കെ അവർക്കൊക്കെ ഒരു മോശമാവുന്ന കൊണ്ടാണ് ഞാൻ എന്താണ് എന്നുള്ളൊരു ഓരോന്നായിട്ട് എണ്ണി പറയാത്തത്. അപ്പം അവരുടെ വീട്ടുകാർക്കുള്ള കല്യാണം കഴിഞ്ഞതിൻ്റെ അന്ന് തൊട്ട് ഡിവോഴ്സ് വരെയുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ വീട്ടിൽ എല്ലാ പേർക്കും നന്നായിട്ട് അറിയാം. കാരണം എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ചോദിച്ചിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു മിസ്റ്റേക്ക് അവരുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ പുള്ളിക്കോ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഇത്രയും അനുഭവിക്കുന്നെങ്കിലോ ഒക്കെ. കാരണം എന്തിൻ്റെ പേരിലാണ് ഞാൻ ഇത്രയും അനുഭവിക്കാന്ന് പിന്നെ ഞാൻ കുറേയൊക്കെ വിചാരിച്ച് വിധിയാണ്, എൻ്റെ വിധിയാണ്, ഇത് ഞാൻ അനുഭവിച്ചേ പറ്റുള്ളൂ. കാരണം ഞാൻ വീട്ടിൽ തിരിച്ച് പോയി കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാരെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവോഴ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ പലരും പറഞ്ഞു നീ ഇങ്ങനെ സഹിക്കേണ്ട, നീ ഡിവോഴ്സ് ചെയ്ത് നിനക്ക് ഇത്രയും ചെറിയ പ്രായമല്ലേ, അപ്പോൾ 18, 19, 20, 21 വയസ്സിലെ ഡിവോഴ്സ് ആവുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ചെറിയ പ്രായമാണ് നീ പോകുന്നത്, ഞാൻ പഠിക്കാൻ പോകുന്നുണ്ട്, ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ട്, ഞാൻ കാരണം വേറെ ആരെയും എൻ്റെ വീട്ടുകാരെ എന്നൊക്കെ മാക്സിമം ഞാൻ ഊറ്റാവുന്നൊക്കെ ഊറ്റിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് പിന്നെ എനിക്ക് അങ്ങോട്ട് ഇതാക്കാൻ പറ്റില്ല. പുള്ളിയുടെ വീട്ടിലാണെങ്കിലും അവരും അത്യാവശ്യം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പുള്ളിയുടെ ബ്രദർ ആണെങ്കിലും പുള്ളിയുടെ വാപ്പാടെ അനിയന്മാരൊക്കെ ആണെങ്കിലും പുള്ളിയുടെ വാപ്പാടെ അനിയൻ്റെ സ്കൂളിലാണ് ഞാൻ ദുബൈയിൽ പഠിച്ചത്, ന്യൂ ഇന്ത്യ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. എൻ്റെ അനിയത്തിമാരും അവിടെ തന്നെ പഠിച്ച്, അനിയത്തിൻ്റെ കുഞ്ഞും അവിടെ പഠിക്കുന്നുണ്ട്, ഒരാളവിടെ ടീച്ചറുമാണ്. അപ്പം അവരൊക്കെ ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. അപ്പം എങ്ങനെയെങ്കിലും കാരണം പുള്ളി മാത്രമേ ഒന്നാമത്തെ കാര്യം പുള്ളി മാത്രമേ ഉള്ളൂ ഇതുപോലെ ആ ഫാമിലിയിൽ തന്നെ ഈ പുള്ളിയുടെ ലൈഫിൽ മാത്രമേ ഉള്ളൂ പ്രശ്നം, പുള്ളി മാത്രമേ ഉള്ളൂ. ബാക്കി ഒരാൾക്കും ഒരു വിഷയമോ ഒരാളുടെ കാര്യത്തിലൊരു പ്രശ്നമോ ഒന്നുമില്ല. അപ്പം പുള്ളിയെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഉരുകിക്കൊണ്ടിരിക്കുക എന്നുള്ളത് എനിക്കത് പിന്നെ മനസ്സിലായി. കാരണം ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും പറയും മോള് സഹിക്കും, മോള് ക്ഷമിക്കും, മോള് ഇത് കഴിയുമ്പോഴത്തേക്ക് ശരിയാവും. കാരണം എനിക്ക് അവരെല്ലാവരും ഭയങ്കര ഇഷ്ടമായിരുന്നു. അവരെന്നോട് മറ്റുള്ളവർ എന്നോട് കാണിക്കുന്ന ഒരു സ്നേഹം എനിക്ക് ഓക്കെ ഞാനപ്പോൾ ഒന്ന് സഹിച്ചാൽ അവരൊക്കെ എൻ്റെ ചുറ്റിൽ നിന്ന് സ്നേഹിക്കുകയല്ലേ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് ഞാൻ മാക്സിമം അത്രയും വർഷം ഞാൻ നീട്ടിക്കൊണ്ട് പോയത്. അവിടുന്ന് ഇറങ്ങി വരുമ്പോൾ ചെറിയ പ്രായമാണ്, അതായത് 21 വയസ്സെന്നാണ് പറഞ്ഞത്. അപ്പം ആ പ്രായത്തിൽ അവിടുന്ന് ഇറങ്ങി വരുമ്പോൾ ശരിക്കും എന്തായിരുന്നു മനസ്സിൽ? കാരണം ചെറിയ കുഞ്ഞു കുട്ടിയുണ്ട് കയ്യിൽ. അപ്പം നേരെ വീട്ടിലേക്ക് തന്നെയായിരുന്നു പോകുന്നതൊക്കെ? എൻ്റെ ഗ്രാൻഡ്മ അല്ല, ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷം കല്യാണം കഴിഞ്ഞ ശേഷം ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന ഫാഷൻ ഡിസൈനിങ്ങാണ്. തൃശ്ശൂർ ആചാര്യ കോളേജിലാണ് ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോകുന്നത്. അപ്പം ആ സമയത്തും ഞാൻ വെറുതെ ഇരിക്കുന്നില്ല, ഞാൻ അതിന് ശേഷവും പിന്നെ പഠിക്കാൻ പോകുന്നുണ്ട്. ഞാൻ അത് കഴിഞ്ഞ ശേഷം പിന്നെ ആ സമയത്ത് പ്രഗ്നൻ്റ് ആവുന്നത്. അപ്പോൾ അതിനുശേഷം ഗൾഫിൽ പോയി, അവിടെ വെച്ച് പ്രഗ്നൻ്റ് ആയി. അത് കഴിഞ്ഞ ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ഉണ്ടായി. എൻ്റെ മോൾ 1.25 കിലോ ഉണ്ടായിരുന്നുള്ളൂ. ബ്ലീഡിങ് ആവാനൊക്കെ ഞാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിട്ടാണ് ഇതായത്. കാരണം ഞാനും പുള്ളിയും തമ്മിൽ വഴക്കുണ്ടായി. ഞാൻ ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് കാരണം എന്നെ ഒരു കയ്യിലെടുക്കാവുന്നതേ ഉള്ളൂ. കാരണം എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഞാൻ ബോഡി ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. കാരണം എൻ്റെ ഡ്രസ്സ് ഒന്ന് ടൈറ്റ് ആയി കഴിഞ്ഞാൽ അപ്പോൾ എക്സസൈസ് ചെയ്യുക, ഇത് ഡയറ്റ് നോക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു ചെറുതിലായിട്ട് എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു പരിധിയിലപ്പുറം എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ ഇപ്പോൾ അവരുടെ ഇപ്പോൾ ഈ കഥകളെല്ലാം അറിയാവുന്ന ആരുടെയും ജീവിതത്തിൽ അവർ വേറൊരു കഥ ഇതിനെക്കാട്ടിയും വലുത് കേട്ടിട്ടുണ്ടാവാൻ സാധ്യത ഇല്ലെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ എന്നെ ഇതുപോലെ ഇങ്ങനെ അത് ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് എൻ്റെ ഫാമിലിയൊക്കെ അവിടെ ഉണ്ട്, പുള്ളിയുടെ ഫാമിലി അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി നടത്താൻ വേണ്ടിയിട്ട് അപ്പോൾ കല്യാണത്തിന് അവിടെ ഉള്ളവർക്കൊന്നും വരാൻ പറ്റിയില്ല. എൻ്റെ നാട്ടിൽ ട്രിവാൻഡ്രത്ത് നിക്കാഹ്, തൃശ്ശൂർ റിസപ്ഷൻ, അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഫംഗ്ഷൻ ദുബൈയിൽ. അപ്പം പുള്ളിയുടെ കയ്യിൽ ക്യാഷില്ല, എനിക്ക് അറിയത്തില്ല ഇതൊന്നും. പക്ഷെ പുള്ളി എല്ലാം പ്ലാൻ ചെയ്തു. ഞാൻ പറയുന്നത് ക്യാഷ് ഇല്ലെങ്കിൽ വേണ്ട, നടത്തണ്ട, നമ്മളെന്തിനാ ആവശ്യം പോട്ടെ, അത് കഴിഞ്ഞു. പക്ഷെ പുള്ളി അവരുടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർഭാടത്തിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പൈസ ഉള്ള ഒരു ആർഭാടം കാണിച്ചോട്ടെ, ഇല്ലാത്ത നമ്മളുടെ കയ്യിൽ പൈസ ഇല്ല. ഇപ്പം എൻ്റെ മമ്മിയുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിലും ഒക്കെ അവിടെ പുള്ളിയുടെ ബന്ധുക്കളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിലും അത് അവർക്ക് ചിലവഴിക്കാനല്ലോ. നമ്മളെന്തിനാണ് ഇല്ലാത്തത് കടം മേടിച്ചിട്ടോ ലോൺ എടുത്തിട്ടോ ആർഭാടം കാണിക്കേണ്ട ആവശ്യം? അങ്ങനെ ഒരു ചിന്താഗതിക്കാരിയാണ് ഞാൻ. പക്ഷെ അങ്ങനെ പറഞ്ഞു വഴക്കുണ്ടായിട്ട് പുള്ളി എന്നെ അടിച്ചു, എന്നെ പിടിച്ച് തള്ളി എന്തോ ചെയ്ത്. എനിക്ക് ഇപ്പോഴത്തെ വർഷമായി അതൊക്കെ. ഞാൻ വയറിടിച്ചിട്ട് നമ്മൾ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു പ്രഗ്നൻ്റ് ആയ സമയത്ത്. എന്നുവെച്ചാൽ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ പ്രഗ്നൻ്റ് ആണ്. അപ്പം ഈ വയറിടിച്ചിട്ട് സ്റ്റെപ്പിൽ വന്നിടിച്ചു.
സ്റ്റെപ്പിൽ വന്ന് ഇടിച്ചിട്ട് അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പെയിൻ ഉണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടായി. തൊട്ടപ്പുറത്തെ നമ്മൾ വളരെ പരിതാപകരമായിട്ടുള്ള ലൈഫാണ്. ഇപ്പം എൻ്റെ റാസകൈമേൽ എൻ്റെ വീട്ടിൽ വരുമ്പോൾ എനിക്ക് ഭയങ്കര ലാവിഷാണ്. അപ്പോൾ എൻ്റെ മമ്മിയൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്ന സമയത്തൊക്കെ ഭക്ഷണ സാധനങ്ങളാണെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി അവർ കൊണ്ടുവരുമായിരുന്നു. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി, ഞാൻ സുഖമില്ലാതെ കിടക്കുമ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി 2 ദിവസത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയൊക്കെ അങ്ങനെ കൊണ്ടുവരും. അപ്പം ഇതിങ്ങനെ ഇടിച്ച് വീണ് ബ്ലീഡിങ് ആയി. ബ്ലീഡിങ് ആയ ശേഷം പിന്നെ ഞാൻ ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു. അത് മനഃപൂർവ്വം ചെയ്തതായിരിക്കില്ല, പക്ഷെ ആ വീണ സമയത്ത് അതങ്ങനെ വീണു. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി ഉണ്ടായ സമയത്ത് ഞാൻ കാരണം വെയിറ്റും ഭയങ്കര കുറവാണ്. എനിക്കൊന്ന് 45, 46, 50ക്കുള്ളിലുള്ള വെയിറ്റും കൂടെ അല്ലേ, ഒരു കൈക്ക് ഇങ്ങനെ പൊക്കി എടുക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ തൊട്ട് പിന്നെ അങ്ങനെയാണ് എനിക്ക് അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനോട് എനിക്ക് ഭയങ്കരമായിട്ട്, കാരണം അവൾ ഇത്രയും കെയർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ സമയത്ത് എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഞാൻ കുറച്ച് നന്നായിട്ട് ഭക്ഷണം കഴിക്കുകയോ ഞാൻ നന്നായിട്ടൊന്ന് ഉറങ്ങുകയോ എനിക്ക് കുറച്ചൊരു മനസ്സമാധാനം കിട്ടുകയോ എനിക്ക് ഒരു കുറച്ച് സന്തോഷം കിട്ടുകയോ ചെയ്തെങ്കിൽ ചിലപ്പോൾ എൻ്റെ മോള് ഇപ്പോഴും ഞാൻ അവൾ പുറത്ത് വന്നതിന് ശേഷം അവളെയും കൊണ്ട് അനുഭവിക്കുന്ന കാര്യങ്ങളൊന്നും അനുഭവിക്കില്ലായിരുന്നു. അവൾക്ക് ഇത്രയും പ്രോബ്ലംസ് ഉണ്ടാവില്ലായിരുന്നു. അത് ഡോക്ടറും പല തവണ പറഞ്ഞിട്ടുണ്ട് ആ കാര്യം. ആ ട്രോമയിൽ നിന്ന് പുറത്തു വരാൻ ഒരുപാട് സമയം എടുത്തിരുന്നു? പുറത്ത് വന്നു എന്ന് ആരാ പറഞ്ഞ്? വന്നിട്ടില്ല. ഒരിക്കലും ആ ട്രോമയിൽ നിന്നും ഒരിക്കലും പുറത്ത് വരത്തില്ല. കാരണം നമ്മൾ അനുഭവിച്ചതൊക്കെ നമ്മൾ അനുഭവിച്ചതാണ്. ഇതൊന്നും ഒന്നുമില്ല, ഇപ്പം ഞാൻ ഈ പറഞ്ഞതൊന്നും ഒന്നുമല്ല. ഇതിൻ്റെ അപ്പുറം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറം ഒരുപാട് കാര്യങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം ഓരോ അനുഭവങ്ങളും ഞാൻ പല പ്രാവശ്യം സൂയിസൈഡ് ചെയ്താലോ എന്നൊക്കെ വിചാരിച്ചിരുന്നു. പല പ്രാവശ്യം വിചാരിച്ചിരുന്ന കാര്യമാണ്. കാരണം ഇപ്പം എൻ്റെ ഫാമിലി ആണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഇടപെടുന്നതിനൊരു പരിധിയുണ്ട്, ഒരു പരിമിതിയുണ്ട്. അപ്പം ഞാനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും എത്രത്തോളം അവരതെങ്ങനെ ഉൾക്കൊള്ളും എന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ വീട്ടുകാരെ ഭയങ്കര തെറ്റിദ്ധരിച്ചു. കാരണം അവർ ഈ ഭയങ്കര കുലസ്ത്രീ ചിന്താഗതി ഉള്ളത് കൊണ്ട് അപ്പം നിനക്ക് സഹിച്ചൂടെ എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് പിന്നെ ഒന്നും പറയാനില്ലല്ലോ എന്നുള്ളൊരിത് കാരണം ഞാൻ മാക്സിമം സഹിച്ചു. കാരണം ഞാനിങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് ഗൾഫിലാണെങ്കിൽ അപ്പോൾ അനിയത്തിമാരുണ്ട്, പിന്നെ എൻ്റെ ഫാദർ സ്റ്റെപ്പ് ഫാദറാ. അതുകൊണ്ട് തന്നെ ഒരിക്കലും അവർക്കാർക്കും ഞാനൊരു ബാധ്യത ആവരുത് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. വെച്ചാൽ ഭൂമിയോളം താഴുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഞാൻ താഴ്ന്നിരുന്നു. അപ്പം എൻ്റെ ഫാദർ മരിച്ചുപോയി. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ടൊരു ഇതുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല എൻ്റെ മോള് വേറൊരാളെ അച്ഛൻ ഫാദർ വിളിക്കുന്നത് അത് വേണ്ട എന്നുള്ളൊരു അങ്ങനെയൊക്കെ കുറേ ഇതുണ്ടായിരുന്നു എനിക്ക്. ഞാൻ ശരിക്കും എന്ത് പറഞ്ഞാലും എൻ്റെ കണ്ണ് നിറയരുതെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. പക്ഷെ ഇതെൻ്റെ ഒരു മൈനസ് ആട്ടോ, എൻ്റെ ഒരു സോറി. ഇതൊന്ന് അതിനുശേഷം കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നോ? അവരുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അന്നങ്ങനെ തീരുമാനം എടുത്തത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോഴും ഞാൻ അതങ്ങനെ ചിലപ്പോൾ തള്ളി കൊണ്ടുപോയിക്കൊണ്ടിരുന്നേനായിരിക്കാം. പക്ഷെ പറഞ്ഞല്ലോ ഭയങ്കര ഓർത്തഡോക്സ് ഫാമിലി ആണെന്ന്. അപ്പം അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഡിവോഴ്സൊക്കെ അവർക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നും. അവരുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾക്കും ഒക്കെ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമൊന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയതും ആ ഒരു കാര്യമായിരുന്നു. കാരണം ഞാനായിട്ട് എൻ്റെ വീട്ടിലൊരു കാര്യവും പറഞ്ഞിട്ടില്ല. പുള്ളിയുടെ തന്നെ ബന്ധുക്കൾ എൻ്റെ മാമിയുമായിട്ടും എൻ്റെ വീട്ടുകാരുമായിട്ടൊക്കെ കണക്ഷൻ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പം അവരിതുപോലെ എൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുമ്പോഴൊക്കെ ഇങ്ങനെ കുറേശ്ശെയൊക്കെ ഇങ്ങനെ സംസാരത്തിൽ നിന്നൊക്കെ എൻ്റെ ഉമ്മച്ചിക്കും മാമച്ചിവർക്കൊക്കെ അത് മനസ്സിലായിട്ടുണ്ടായിരുന്നു, എൻ്റെ ലൈഫ് സ്മൂത്തായിട്ടല്ല പോകുന്നത് എന്ന്. പക്ഷെ അവരൊരിക്കലും അറിയരുത് എന്ന് ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് നല്ല രീതിയിലാകുമ്പം അത് മാത്രമേ അവർ കാണാവൂ എന്നുള്ളൊരു എനിക്കൊരു ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ അത് മാത്രമല്ല, ഞാൻ അതിനുശേഷം പഠിക്കാൻ പോയി, ഞാൻ ജോലി ചെയ്ത്. അപ്പം നമ്മളുടെ നെയ്ബേഴ്സും ബാക്കി ആൾക്കാരും ഒക്കെ അവരൊക്കെ എൻ്റെ ഉമ്മച്ചിയൊക്കെ ആയിട്ട് ഭയങ്കര കൂട്ടാണ്. അപ്പം അവരൊക്കെ ഓരോരുത്തരും ഇതുപോലെ വിളിച്ച് പറയാൻ തുടങ്ങി. കാരണം നിങ്ങൾക്ക് ജീവനോടെ കുട്ടിയെ വേണമെങ്കിൽ, കാരണം ഒരുപാട് പ്രശ്നം, ഫ്ലാറ്റിൽ പൂട്ടിയിട്ടിട്ട് അടിക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മോള് 5-6 വയസ്സ് വരെ സംസാരിക്കാറുണ്ടില്ല, 4 വയസ്സ് വരെ ഒട്ടും സംസാരിക്കില്ലായിരുന്നു, ഡിവോഴ്സ് വരെ ഒട്ടും സംസാരിക്കത്തില്ലായിരുന്നു. അപ്പോൾ LKG ഒക്കെ ചേർത്ത് സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയ ശേഷമാണ് എന്തെങ്കിലുമൊക്കെ അവൾ ഇതാക്കാൻ തുടങ്ങിയത്. കാരണം എനിക്ക് എന്നെക്കാട്ടിയും കൂടുതൽ നമ്മളുടെ ഡെയിലിയുള്ള വഴക്ക് മോളെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. അത് അവിടെ കൗൺസിലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ കൗൺസിലിങ്ങിൽ ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞതാണ്, നിങ്ങൾക്ക് കുഞ്ഞിൻ്റെ ഭാവിയെക്കുറിച്ച് എന്തെങ്കിലും ചിന്ത ഉണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങളൊന്ന് ഡിവോഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്ത് അങ്ങനെ കൊണ്ടു നിർത്തുക. കാരണം അതുവരെ ഞാൻ അതിനത്ര വലിയ, എല്ലാ വീട്ടിലും അടിയും പിടിയും വഴക്കും ബഹളമൊക്കെ ഉണ്ടാവില്ലേ, ചട്ടിയും കലാകുമ്പോൾ തട്ടിയും മുട്ടി ഇരിക്കില്ലേ, അങ്ങനെയൊക്കെ ആയിരുന്നു
ഞാൻ വിചാരിച്ചതാ. അല്ലെങ്കിൽ ഇതെന്റെ വിധിയാണ്, അല്ലെങ്കിൽ ഇതൊക്കെ കഴിയും, ഞാൻ മാക്സിമം പഠിക്കാൻ പോവുക, ജോലി ചെയ്യുക, ഫുൾ ടൈം എൻഗേജ്ഡ് ആവുക, കുഞ്ഞിന്റെ കാര്യം നോക്കുക, പുള്ളി വരുമ്പോൾ പുള്ളിയുടെ കാര്യം നോക്കുക, അങ്ങനെയൊക്കെയാണ്. അതിനെ വലിയൊരു ഇതാക്കി ഇതൊക്കെ ഓക്കെ, ഇത് ഞാൻ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവളായിരുന്നു എന്നുള്ളൊരു ചിന്ത എനിക്കൊന്നുണ്ടായിരുന്നു. പക്ഷേ വീട്ടുകാർ കുറേശ്ശെ മനസ്സിലാക്കി വന്നപ്പോഴത്തേക്കാണ് അതിനുശേഷം പല പ്രാവശ്യം ഡിവോഴ്സിന്റെ വക്ക് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. പല പ്രാവശ്യം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അടുത്ത് ജീവിച്ചിട്ടുള്ളത് വളരെ കുറവാണ്, കൂടെ ഉണ്ടായിരുന്നതും അടുത്തുണ്ടായിരുന്നതൊക്കെ വളരെ കുറവായിരുന്നു. പ്രഗ്നൻ്റായി ഞാൻ നാട്ടിൽ വരുമ്പോഴും പുള്ളിയോട് 1 വർഷം ജയിലിലായിരുന്നു. അയ്യോ, എനിക്കറിയില്ല സത്യത്തിൽ, എനിക്കിപ്പോഴും കാരണം എന്താ എനിക്കും അറിയില്ല, പുള്ളിയുടെ ഉമ്മാക്കും അറിയില്ലെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ പുള്ളിയുടെ ബ്രദേഴ്സൊക്കെ എന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക, അതൊന്നും അറിയിക്കാതെ ഒക്കെ പുള്ളിയുടെ ബന്ധുക്കളും ഒക്കെ അത് ആ ഡെലിവറിയുടെ അതൊന്നും അറിയിക്കാതെ കൊണ്ടുപോയി. അതിനുശേഷമാണ് ഞാൻ പിന്നെയാണ് അറിയുന്നത്. ഡെലിവറിയും കഴിഞ്ഞ് പുള്ളി നാട്ടിലെത്തിയതിന് ശേഷം ഞാൻ മോളെ പ്രസവിച്ചല്ല, സിസേറിയനായിരുന്നു, എമർജൻസി സിസേറിയനായിരുന്നു. ഒക്കെ ഭയങ്കര വലിയൊരു സംഭവമായിരുന്നു. എൻ്റെ കുഞ്ഞിനെ മരിച്ചുപോയി എന്ന് പറഞ്ഞ കുഞ്ഞാണ് എൻ്റെ മോള്. മരിച്ചുപോയി. ശ്രീരാമകൃഷ്ണ മിഷൻ ഹോസ്പിറ്റലിൽ നിന്ന് SIT വിട്ടതാണ് എമർജൻസി ആയിട്ട്. അപ്പോൾ അവർ പ്രൈവറ്റ് ഹോസ്പിറ്റലായതുകൊണ്ട്, ഗവൺമെൻറ് ഹോസ്പിറ്റലാകുമ്പോൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും പ്രശ്നമില്ലല്ലോ. അപ്പം അത് കാരണം SIT വിട്ടതായിരുന്നു. അവിടെ ശരിക്കും കുറച്ചുകൂടെ മുന്നേ തീരുമാനം എടുക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ അത്തരത്തിലുള്ള. പക്ഷെ ഞാൻ ഈ ഡിവോഴ്സിന് ശേഷം ഞാൻ ചിന്തിച്ചിട്ട് ഞാൻ എന്തിനായിരുന്നു ഇത്രയും ഇതാക്കിയത്. എനിക്ക് ആ ഫസ്റ്റ് നൈറ്റ് തന്നെ പ്രശ്നങ്ങൾ തുടങ്ങിയതായിരുന്നു. ആദ്യത്തെ ദിവസം കല്യാണം കഴിഞ്ഞതിൻ്റെ അന്ന് തൊട്ടേ പ്രശ്നങ്ങൾ ഒരുപാടായിരുന്നു. എനിക്ക് പുറത്ത് പറയാൻ പറ്റാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒരുപാടെന്ന് വെച്ചാൽ, കാരണം ഞാൻ പറഞ്ഞില്ലേ, അത് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞ് അത് ചാനലുകാർക്കും പബ്ലിസിറ്റി ഉണ്ടാക്കാനും അവർക്ക് റീച്ച് കിട്ടാനും അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഴുപ്പലക്കം കൊടുക്കണ്ട എന്നുള്ളത് അന്നും ഇന്നും എൻ്റെ ഒരു തീരുമാനം. അതുകൊണ്ടാണ് ഞാൻ ഇന്നത് എന്ന് പറയാതെ ഇപ്പം ഞാൻ അപ്പോൾ ചോദിക്കും ഇത്രയും പറഞ്ഞ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്ന പലരെയും ഞാൻ ഇത്രയും നാളായിട്ട് കാണുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, കാരണം എൻ്റെ ലൈഫ് ഏകദേശം ഇവിടം വരെയൊക്കെ എത്തിയില്ലേ, അപ്പം നമ്മളുടെ ലൈഫിൽ നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ അതേപോലെ വേറൊരാൾ അനുഭവിക്കുക, അങ്ങനെയൊക്കെ അനുഭവിച്ച ഒരാൾക്ക് ഇങ്ങനെ ഇതേപോലെ ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കും ജീവിക്കാൻ പറ്റണമെന്നുള്ളൊരു പ്രചോദനം ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രം ഞാൻ ഇപ്പൊ ഇത്രയും പറഞ്ഞത് തന്നെ. ഇങ്ങനെയുള്ള ആളുകളൊക്കെ പുറത്ത് കൊണ്ടുവരണം, എന്നാലേ മറ്റുള്ള ആളുകൾക്കൊക്കെ അതൊരു പാഠമായിരിക്കുള്ളൂ. ശരിയാ. കാരണം ഒരുപാട് പേര് എനിക്ക് ഇപ്പൊ ഈ ലാസ്റ്റ് സംഭവം നടക്കും, പലരും എന്നെ വിളിച്ചിട്ട് ഞാൻ ഡിവോഴ്സ്ഡാണ്, ഞാൻ ഇത് ഭർത്താവ് മരിച്ചു പോയതാണ്, ഞാൻ ഒറ്റയ്ക്കാണെന്നൊക്കെ പറയുമ്പോൾ അപ്പം ഞാൻ വിചാരിച്ചു, കാരണം ഓരോരുത്തരോട് ഞാൻ പറയും എൻ്റെ ലൈഫിൽ ഞാൻ ഇതുപോലെയൊക്കെ അനുഭവിച്ച് വന്ന ഒരാളാണ്. എല്ലാവരും നമ്മൾ പുറമേ കാണുന്ന ഇപ്പം നമ്മളുടെ നല്ല വശങ്ങൾ നമ്മൾ ചിരിച്ചിട്ടും സന്തോഷിച്ചിട്ടുള്ള കാര്യങ്ങളെ പുറത്ത് കാണിക്കും. നമ്മൾ അനുഭവിച്ച വിഷമങ്ങളൊന്നും എല്ലാവരും കാണിക്കണമെന്നില്ല. അപ്പം നിങ്ങൾക്കും കഴിയും. അപ്പം ഞാൻ വെച്ചാൽ അങ്ങനെ എല്ലാവർക്കും കഴിയും എന്ന് പറയുന്നതിന് പകരം അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ വിളിച്ചപ്പോഴത്തേക്കും ഇത്ര ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ പറയാനും കാരണം, അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ഇതൊന്നും പറയത്തില്ല. കാരണം അതെല്ലാം കഴിഞ്ഞു പോയതാണ്, അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല എന്നേ ഞാൻ ചിന്തിക്കുള്ളായിരുന്നു. ഡിവോഴ്സിന് ശേഷം ഇപ്പം ഈ ചെറിയ പ്രായത്തിൽ പഠിത്തവും അതുപോലെ ജോലിയും ഈ കുഞ്ഞിന്റെ കാര്യമൊക്കെ കൂടെ എങ്ങനെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്ത് കൊണ്ടുവരുന്നു? ഡിവോഴ്സിന് മുമ്പ് ഞാൻ അങ്ങനെയല്ലേ ചെയ്തിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഈ പ്രഗ്നന്റ് ആയത് തൊട്ട് അവൾ എൻ്റെ കൂടെ, പ്രസവിച്ച ശേഷം പുറത്താണെങ്കിൽ അതിന് മുമ്പ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ ഇത് കഴിഞ്ഞ ശേഷം എനിക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ഞാൻ ആചാര്യ കോളേജിലിരിക്കുന്നു, 10th ആണെങ്കിലും +2 ആണെങ്കിലും. അപ്പം ഈ ഫാഷൻ ഡിസൈനിങ്, അപ്പം അത് ഞാൻ എനിക്ക് പോയി മേടിക്കാൻ വേണ്ടി ഇതേപോലെ തന്നെയാണ് ഈ ഹോസ്റ്റലിൽ നിന്ന് ഞാൻ നേരെ പോയിട്ട് ബസ് സ്റ്റാൻഡിൽ പോയി ഞാൻ ബസ് കയറി. അത് കഴിഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ 8 മാസം ഗർഭിണിയായി ഞാൻ ഈ 17 വയസ്സുള്ള ഞാൻ തന്നെ ഒറ്റയ്ക്ക് വന്നു. ഞാൻ തൃശ്ശൂർ വന്നു. അപ്പോൾ കോളേജിലെ പുള്ളി അവർ വിളിച്ച് പറഞ്ഞിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റ് അവരുടെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിൽ പോയി കോളേജിൻ്റെ ഓണർ ഉണ്ടായിരുന്നു, ആൻറ്റിയും അങ്കിളും വന്നു, എന്നെ വിളിച്ചുകൊണ്ട് വന്നു. അവരുടെ വീട്ടിൽ പോയി നിന്ന് അവിടെ നിന്ന് തിരിച്ച് വന്നിട്ട് അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റൊക്കെ എടുത്ത് ഞാൻ തൃശ്ശൂർ നിന്ന് ബസ് കയറി ഗുരുവായൂർ ഇറങ്ങി. ആ ഗുരുവായൂരിൽ നിന്ന് ചാവക്കാട് ഓട്ടോ വിളിച്ച് ചാവക്കാട് നിന്ന് അവിടെ നിന്ന് അടുത്ത വണ്ടി കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പുള്ളിയുടെ വീട്ടിൽ പോയി. എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചുള്ള എക്സ്ട്രാൻ്റെ കൂടെ അതിൻ്റെ 8 മാസത്തിൽ എല്ലാവർക്കുള്ള ബുദ്ധിമുട്ടൊക്കെ എനിക്കറിയില്ല, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. അവൾ അനക്കമുണ്ടോ, 6 മാസം കഴിഞ്ഞിട്ട് അനക്കമില്ലായിരുന്നു. പക്ഷെ ഇതൊന്നും എനിക്കറിയില്ല. ഞാനിപ്പോൾ ഈ പോകുന്നത് കണക്ക് വരുന്നു, ഭയങ്കരമായിട്ട് ടയേർഡ് ആകുമ്പോൾ കിടക്കുന്നുണ്ടെങ്കിൽ BP ഭയങ്കര കൂടുതലായിരുന്നു. കാരണം അത്രയും ടെൻഷൻ ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഈ ആയുഷ്കാലം ഞാൻ ഇനി എന്തൊക്കെ അനുഭവിച്ചാലും ഞാൻ അത്രയും അനുഭവിച്ചതിൻ്റെ ആ ഒരു ആഘാതം എനിക്ക് ഇനി ഞാൻ എന്ത് അനുഭവിച്ചാലും ഉണ്ടാവില്ല. അത്രത്തോളം ഞാൻ അന്ന് അനുഭവിച്ചിട്ടുണ്ട്. അതൊക്കെ എൻ്റെ കുഞ്ഞിൽ ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുമുണ്ട്. ഈ ഡിവോഴ്സായ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചുപോയ സ്ത്രീകളോട് അവർക്ക് സമൂഹത്തിൽ ജീവിക്കാൻ വലിയ കഷ്ടപ്പാടാണ്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. കാരണം ഒരു വിഭാഗം അവരെത്രയൊക്കെ പൊരുതി ജീവിക്കാൻ ശ്രമിച്ചാലും ഒരു വിഭാഗം അവരെ വേറൊരു കണ്ണിലൂടെ മാത്രമാണ് കാണുക. അതിലിപ്പോൾ നമ്മളെ കുടുംബക്കാരും നാട്ടുകാരും എല്ലാവരും പെടും. അപ്പം അങ്ങനെ ഒരുപാട് പേർക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും മോശം അനുഭവം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ?
എന്നെ സംബന്ധിച്ചുള്ള പുള്ളി ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു എന്നുള്ളൊരു സംഭവമില്ല. കാരണം അതിന് മുമ്പ് പുള്ളിയെ കൊണ്ട് എനിക്ക് വലിയ കെയറിങ്ങോ ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഉള്ളതെല്ലാം എനിക്ക് ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ പിന്നെ ഞാൻ നാട്ടിലൊരു 14 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. 10th കഴിഞ്ഞിട്ട് പിന്നെ നാട്ടുകാരും എന്നെ കണ്ടിട്ടില്ല. ഞാൻ പിന്നെ എന്നെ തൃശ്ശൂർ, ഞാൻ പറഞ്ഞില്ല, ജില്ല ഇത്രയും മാറിയിട്ടാണ് കല്യാണം കഴിഞ്ഞ, പിന്നെ ഗൾഫിലായിരുന്നു. അതുകൊണ്ട് ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി പിന്നെ അവിടെ നിന്ന് പിന്നെ അങ്ങ് പോയി. ഇപ്പം നാട്ടുകാർക്കോ അല്ലെങ്കിൽ ആർക്കും പിന്നെ എന്നിലോട്ടൊരു ഒരു ഇത് കിട്ടിയിരുന്നില്ല. എൻ്റെ കാര്യങ്ങളോ ബാക്കി കാര്യങ്ങളോ ഒന്നും അവർക്കാർക്കും അറിയില്ല. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞാൻ ട്രിവാൻഡ്രത്ത് ഞാൻ സിറ്റിയിൽ പഠിക്കാൻ പോയത്. സിറ്റിയിൽ 45 കിലോമീറ്ററിൻ്റെ വ്യത്യാസമുണ്ട്. അവിടെയും ഞാൻ വീടെടുത്തിട്ട് അവിടെ താമസിച്ചത്. അതിനുശേഷം കാലിക്കട്ടിലായിരുന്നു. അപ്പം പിന്നെ അത് വീണ്ടും ഇങ്ങനെ ദുബൈയിൽ പോയി വരും, അങ്ങനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാനെന്നുള്ളൊരു വ്യക്തി പിന്നെ ആ ഒരു 10th ക്ലാസ് കഴിഞ്ഞ ശേഷം അവർ ആർക്കും കഴിഞ്ഞു, ഒരു സബ്ജക്റ്റ് അല്ല, പിന്നെ അവിടെ സബ്ജക്റ്റ് അല്ല. അതുകൊണ്ട് ഈ ഡിവോഴ്സും അങ്ങനെ ആരും അധികം നാട്ടുകാരും നമ്മളുടെ വീട്ടുകാരെന്നല്ലാതെ പുറത്താരും ഒരുപാട് ബന്ധുക്കളോ നാട്ടുകാരൊന്നും ഇത് അറിഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ കുറിച്ചിട്ടൊന്നും എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഒരുപാട് എനിക്ക് തോന്നുന്നു. ഞാൻ ഈ ഫിലിം ഫീൽഡിൽ വന്നതിന് ശേഷമാണ് എല്ലാവരും അറിയുന്നത്. അവള് സിംഗിൾ ആയിരുന്നോ, അവള് ഇപ്പൊ പുള്ളി ഗൾഫിലാണെന്നോ അല്ലെങ്കിൽ പുള്ളി നാട്ടിലാണെന്നോ അങ്ങനെയൊക്കെ ആയിരിക്കും വിചാരിക്കുന്നത്. ഞാൻ നാട്ടിലും അധികം നിന്നിട്ടില്ലല്ലോ. ഈ ലോക്ക്ഡൌൺ അതിനുശേഷം ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഈ ലോക്ക്ഡൌൺ സമയത്താണ്. ഡിവോഴ്സ് കഴിഞ്ഞ് 2 വർഷം നിന്നിരുന്നെങ്കിലും ഞാൻ അങ്ങനെ പുറത്ത് അങ്ങനെ ആരുമായിട്ടൊന്നും കൂടുതൽ, കാരണം ഒരു ഉൾവലിഞ്ഞൊരു ലൈഫായിരുന്നു. പിന്നെ എൻ്റെ ലൈഫ് ഡിവോഴ്സിന് മുമ്പ് ഡിവോഴ്സിന് ശേഷം എന്നുള്ളതില്ല. അതിന് മുമ്പും ഞാൻ സ്വന്തമായിട്ട് അധ്വാനിക്കുന്നു, ഞാൻ സ്വന്തമായിട്ട് ഇതാക്കുന്നു. പിന്നെ പുള്ളി ഉണ്ടാക്കുന്ന കടങ്ങൾ എനിക്ക് തീർക്കണ്ടെന്നുള്ളൊരു ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും എനിക്കായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി എനിക്ക് ഒരു വരുമാനം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോൾക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടും അവളെ പഠിത്തത്തിന് വേണ്ടിയിട്ടും അവളുടെ ഭാവി സെക്യൂർ ആക്കാനും വേണ്ടിയിട്ടുള്ളൊരു അസറ്റ് എന്നുള്ളതാണ്. അതിലപ്പുറം അതൊരു ആവശ്യമില്ലാത്ത രീതിയിൽ ചിലവായി പോകില്ല എന്നുള്ളൊരു ആശ്വാസവും പിന്നെ സ്വസ്ഥതയും സമാധാനവും എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് പുള്ളിയുടെ ബന്ധുക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇനിയെങ്കിലും നിനക്ക് കുറച്ച് സ്വസ്ഥത കിട്ടട്ടെ, ഇത് നീ മുൻപേ തീരുമാനിക്കേണ്ടതായിരുന്നു എന്ന്. ആയിരുന്നു, ഞാനതാ വിചാരിച്ചു. ഞാൻ എന്തിനീ നാട്ടുകാരെ, എനിക്ക് പേടിയായിരുന്നു. എനിക്ക് നാട്ടുകാരെ പേടി, വീട്ടുകാരെ പേടി, ബന്ധുക്കളെ പേടി, എല്ലാവരും എനിക്ക് പേടിയായിരുന്നു. ഞാൻ ചോദിക്കുന്നത്, നിനക്ക് നിൻ്റേതായിട്ടൊരു കാരണമില്ലെങ്കിൽ പിന്നെ നീ എന്തിനു പേടിക്കണം? ഞാനിപ്പോൾ എല്ലാവരോടും പറയണം അങ്ങനെ, നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നിങ്ങൾ പേടിക്കരുത്. ഈ പറയുന്നവരാരിപ്പോൾ, പിന്നെ മാത്രമല്ല ഒരു ഈ ബിലോ ആവറേജ് ലെവലിൽ ജീവിക്കുന്നവരോ അല്ലെങ്കിൽ ആവറേജ് ലെവലിൽ ജീവിക്കുന്നവർക്കായിരിക്കും ഇതിൻ്റെ ഈ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ കുത്തുവാക്കുകളും മറ്റതൊക്കെ ഭയങ്കരമായിട്ട്. ഇപ്പം ഞാനിപ്പോൾ അവിടെ കേൾക്കാനില്ലല്ലോ, ഞാൻ കാണാനും ഇല്ലല്ലോ. ഇപ്പം നമ്മുടെ വീട്ടിൽ ആരും അവിടെ ഇല്ല, ഗ്രാൻഡ്മ അല്ലാതെ. അപ്പം ചിലപ്പോൾ ആരും പറയുന്നുണ്ടാവാൻ, പറയാതിരിക്കും. ഇപ്പം പറയുന്നുണ്ട്, ഇപ്പോഴാണ് എല്ലാവരും അറിയുന്നത്. 10 വർഷത്തിന് ശേഷമാണ് ഈ FBയിൽ കൂടി. അതുവരെ ജിപ്സ എന്നുള്ള ഒരാൾ എല്ലാവരെയും പോലെ ഒരു വ്യക്തി മാത്രമായിരുന്നു. ഫിലിം ഫീൽഡിൽ വന്നതിന് ശേഷമാണ് ഞാനെന്നുള്ളൊരു പേരെല്ലാവരും ഓർക്കണം. അത് ഇന്ന വീട്ടിലെ കുട്ടിയല്ലേ, ഇന്ന ആളല്ലേ, നമ്മുടെ അതിപ്പോൾ ഒരു സീരിയലിൻ്റെ സൈഡിൽ നിന്നാലും നമ്മൾ തന്നെ പറയുമല്ലോ, ഓ ഇന്ന ആളെന്ന്. പറഞ്ഞു വന്നത് അങ്ങനെ ഒരുപാട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് കാരണം അതിന്നൊരു ഭാഗ്യം ഉണ്ടായി. അത് ഇപ്പം ഞാൻ അന്നൊന്നും അനുഭവിച്ചില്ലെങ്കിൽ ഇപ്പൊ ഈ കമന്റ്സിലായിട്ട് പലരും ഇവൾക്ക് ഭർത്താവില്ലേ, ഇവളുടെ ഭർത്താവ് എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ കുഞ്ഞിന് തന്നല്ലേ, അപ്പൊ നിങ്ങളെ ഹസ്ബൻഡ്, ഞാൻ പറഞ്ഞ ഹസ്ബൻഡ് വരുമ്പം കാണിച്ചാൽ പോരെ എന്ന് ഞാൻ തിരിച്ചു ചോദിക്കാറുണ്ട്. അപ്പം ഇപ്പം ഇപ്പോഴാണത് ആൾക്കാർ ചോദിക്കുന്നത്. അതിനു മുമ്പ് ഞാൻ പഠിക്കാൻ പോകുന്നുണ്ട്, ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, അതിനുശേഷവും ഞാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് അതിനൊരു പ്രത്യേകിച്ചൊരു ഇപ്പം ഭർത്താവിൻ്റെ ചെലവിൽ ജീവിക്കുന്ന ഒരു പെണ്ണിനാണെങ്കിലും ഓക്കെ, ഭർത്താവ് പോകുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരു അന്താളിപ്പ് ഉണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം അതില്ലായിരുന്നു, ഒരു രീതിയിൽ അതില്ലായിരുന്നു എന്ന് മാത്രമല്ല, എനിക്ക് തലേന്ന് വലിയൊരു ഭാരമായിരുന്നു സത്യത്തിൽ ഒഴിഞ്ഞു പോയത്. എല്ലാം കൊണ്ടും എല്ലാ രീതിയിലും വലിയൊരു ഭാരമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. അത് ഒഴിഞ്ഞു പോയി എന്നുള്ളതല്ല, ഞാനാണ് അവിടെ കേസ് കൊടുത്തത് ഡിവോഴ്സിന്. ഈ ഡിവോഴ്സ് എന്നാൽ എന്തോ ഒരു വലിയ അപരാധമാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിൽ വലിയൊരു വിഭാഗം. ഇപ്പോഴും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടോ? ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് സമൂഹത്തിൽ. എന്തും എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഒത്തുപോകാൻ പറ്റിയില്ലെങ്കിൽ എന്തായാലും അവിടെ നിന്ന് ഡിവോഴ്സ് ചെയ്ത് പോരുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല വഴി. അപ്പം അത്തരത്തിലുള്ളൊരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അങ്ങനെയുള്ള ആളുകളോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. കാരണം നമ്മൾ ചേർന്ന് പോവില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ, ഞാനൊക്കെ എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യമൊന്നുമല്ല, ഒരു 19 പ്രാവശ്യമെങ്കിലും പല കാരണങ്ങളും കൊണ്ട്, ഒരു 5 വർഷത്തിൻ്റെ ഇടയിൽ പല കാരണങ്ങൾ കൊണ്ട് ചേരില്ല എന്ന് മനസ്സിലാക്കിയിട്ടും പല പ്രാവശ്യം പിരിഞ്ഞു നിന്നു. ഞാൻ ഫ്ലാറ്റിൽ താമസിക്കുന്നത്, ഞാൻ അപ്പോൾ വീട്ടുകാരെല്ലാം കൂടി പറഞ്ഞ് ഫ്ലാറ്റിൽ താമസിക്കട്ടെ, അപ്പോഴല്ലേ അവിടെ വന്ന് ബഹളം ഉണ്ടാക്കും. കുറച്ചാൾ ഹോസ്റ്റലിൽ എന്നിട്ട് ഹോസ്റ്റലിൽ അപ്പോഴാണ് ഈ ശ്രീജിത്ത് IP സാറിൻ്റെ വീടിൻ്റെ ബാക്കിൽ ഒരു പോലീസുകാർ, ഒരു ലാലി എന്ന് പറഞ്ഞിട്ടൊരു ആൻറ്റിയും കൂടി നടത്തിയിരുന്ന ഒരു ഹോസ്റ്റലിൽ പെയിങ് ഗസ്റ്റായിട്ട് ഞാൻ അവിടെ താമസിച്ചിരുന്നു. അപ്പോൾ കുറച്ച് നാൾ പിരിഞ്ഞ് നിൽക്കുമ്പോൾ പുള്ളി വന്നിട്ട് ഭയങ്കരമായിട്ട് എന്നെ വിളിച്ചിട്ട്, ആരും അറിയാതെ എന്നെ വിളിച്ച് സങ്കടപ്പെടും. ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല, ഇനി എനിക്ക് പറ്റിപ്പോയ അബദ്ധമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ മനസ്സലിയും, വന്നത് പോയതൊക്കെ പോട്ടെ,
ഇനിയിപ്പോൾ വീണ്ടും ഓക്കെ ആവുമെന്ന് വെച്ചിട്ട് മെല്ലെ 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 ഞാനിതാകും. പിന്നെ വീണ്ടും അടുത്ത ഫ്ലാറ്റ് എടുക്കും, ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങും. ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങും. അത് വീണ്ടും ഭയങ്കരമായിട്ട് രൂക്ഷമാകുമ്പോൾ വീണ്ടും ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു അവസാനം ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി. കാരണം പുള്ളിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്കും ഒക്കെ ഇങ്ങനെ ഓരോ അപ്പം ഒരു അഭിനയം തുടങ്ങുമ്പോഴേ പക്ഷെ എനിക്കത് ഒറിജിനൽ ഞാനങ്ങ് അത് പുള്ളി കാണിക്കുന്നതൊക്കെ ഒറിജിനലാണെന്ന് ഞാനങ്ങ് വിശ്വസിക്കും. അതേ പുള്ളിയുടെ വീട്ടുകാർ പറയണ അവൾക്ക് ചെന്നൊരു ഐസ്ക്രീം ഒക്കെ മേടിച്ചു കൊടുക്കുമ്പോൾ അവളങ്ങ് അരിഞ്ഞു പോകും. അപ്പോൾ അവളുള്ളതൊക്കെ ഊരി കൊടുക്കും, അല്ലെങ്കിൽ അവളുടെ സാലറി എടുത്ത് കൊടുക്കും, അവൾ അങ്ങനെ ചെയ്യും, അവൻ മേടിച്ചിട്ട് ഇങ്ങനെ കടങ്ങളൊക്കെ തീർക്കും. കാരണം ഇവർക്കൊക്കെ ഇങ്ങനെ പുറത്തുനിന്ന് കുറ്റം പറയാം. എന്നെ സംബന്ധിച്ച് എൻ്റെ ഭർത്താവാണ്, എൻ്റെ കുഞ്ഞിൻ്റെ ഫാദറാണ്. ഞാനപ്പം ചെറിയ ചെറിയ കാരണത്തപ്പോൾ പറയും ഇനിയിപ്പോൾ ഡിവോഴ്സ് ചെയ്തെന്ന് വെച്ചോ, ഡിവോഴ്സ് ചെയ്തിട്ട് ഈ ആൾക്കാരുടെ വായിരിക്കണം മുഴുവൻ ഞാൻ അപ്പോഴൊക്കെ ചിന്തിക്കണേ കേൾക്കണ്ടേ. ഇനിയിപ്പോൾ വേറെ കല്യാണം കഴിച്ചെന്ന് വെച്ചോ അത് ഇതിനെക്കാട്ടി മോശമായിട്ടൊരാളാണെങ്കിലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ അങ്ങനെയൊക്കെ അപ്പോൾ ഉള്ള ആൾ മാക്സിമം എങ്ങനെയെങ്കിലും നമുക്ക് നന്നാക്കി വരണമെങ്കിൽ വന്നോട്ടെ. അപ്പോൾ അതിനുശേഷം പിന്നെ വീണ്ടും പുള്ളി ഗൾഫിൽ പോയി പുള്ളി പറഞ്ഞു ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പം ഞാൻ റെഡിയാവും. പുള്ളി തന്നെ പറയുന്നുണ്ട്. അപ്പം ഞാൻ വെച്ചാൽ ഞാൻ ഒരാളെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അതും ബോധമില്ലാതെ പക്വതയില്ലാത്ത ആളൊന്നുമല്ല. ഈ പ്രായം കൊണ്ട് എനിക്ക് ആ സമയത്ത് പുള്ളി കല്യാണം കഴിക്കുന്ന സമയത്ത് പുള്ളിക്ക് 29 വയസ്സുണ്ടായിരുന്നു. അപ്പം ബോധമില്ലാത്ത ഒരാളോ അല്ലെങ്കിൽ ചെറിയ പ്രായമോ ഒന്നും ഉള്ള ഒരാളല്ല. അപ്പം കയ്യിലിരിപ്പാണ്, സ്വബോധത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് എല്ലാം. അപ്പൊ അങ്ങനെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അങ്ങനെ ചെയ്യരുത്. ഒരു പ്രാവശ്യം തന്നെ ബുദ്ധിമുട്ട് തോന്നിക്കരുത്. മതിയായ കാരണങ്ങളുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഈ ചെറിയ ചെറിയ കാരണങ്ങളല്ലാത്ത ചെറിയ സൗന്ദര്യ പിണക്കങ്ങളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളോ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും അല്ലാത്ത അത്രയും ശക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ തെറ്റ് എല്ലാവർക്കും പറ്റും. ഞാൻ നേരത്തെ പറയില്ലേ ഈ പിണക്കങ്ങളും ഇണക്കങ്ങളും എല്ലാ ഫാമിലിയിലും ഉണ്ടാവും. എന്നുവെച്ചാൽ അത്രത്തോളം നമുക്ക് ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മുടെ ജീവൻ ബുദ്ധിമുട്ടാവുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നിൽക്കരുത് ഒരു സ്ഥലത്തും. ജീവനെക്കാട്ടിയും വലുതല്ല വേറെ ഒന്നും. ഒരു ഉത്രയോ വിസ്മയോ ഒക്കെ വീട്ടുകാർ സൃഷ്ടിക്കുന്ന അവർ ഇതേപോലെ ബുദ്ധിമുട്ടിൻ്റെ അങ്ങേയറ്റം എത്തുന്ന. കാരണം ഇതേപോലെ ഞാൻ ഈ മറ്റേ വിസ്മയുടെ ഒക്കെ കേസ് കണ്ടപ്പോൾ 1-2 പ്രാവശ്യമൊന്നും അല്ല, ഞാനൊന്നും പറയാതിരുന്നിട്ടെന്നറിയ പലപ്പോഴും എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ കുട്ടി കരഞ്ഞു വിളിക്കുന്ന വോയിസ് കേട്ടപ്പോൾ ഞാൻ ശരിക്കും എന്നെയാണോ ഞാൻ ആലോചിച്ചത്. ആ കുട്ടി അങ്ങനെ അവരോട് പറയുമെങ്കിലും ചെയ്തില്ലേ. ഞാൻ ഇതുപോലെ ഭയങ്കര പ്രശ്നമുണ്ട്. അപ്പോൾ പുള്ളിയുടെ വീടിൻ്റെ അടുത്താണ് അവരുടെ ബന്ധുക്കളെല്ലാം. ഓരോ പ്രശ്നം വരുമ്പോഴും വാപ്പാട് അനിയന്മാരൊക്കെ കുഞ്ഞപ്പന്മാരൊക്കെ അവർ എന്നെ കുഞ്ഞിലേ തൊട്ടേ കാണാൻ തുടങ്ങിയത്. ഞാൻ അവരുടെ സ്കൂളിൽ പഠിച്ചത്, ഗൾഫിൽ ന്യൂ ഇന്ത്യ സ്കൂൾ അവരുടെ സ്കൂൾ. അപ്പോൾ അവരൊക്കെ എന്നോട് ഇപ്പോഴും കുഞ്ഞപ്പന്മാരൊക്കെ ഇപ്പോഴും ഭയങ്കര കാര്യം. അവർ ഡിവോഴ്സിന് ശേഷം എന്നെ വിളിക്കാറുണ്ടായിട്ട് സംസാരിക്കും. അവർ പറയും മോളെ നീ ഇപ്പോഴും മരുമകളല്ല, നമ്മളുടെ മകളായിരുന്നു, അന്നും മകളായിരുന്നു, ഇപ്പോഴും മകളാണെന്ന്. അപ്പോൾ അവർ പറയുന്നു. അപ്പോൾ അവർ പറയും ഭയങ്കരമായിട്ട് പുള്ളിയുടെ വീട്ടിലും നാത്തൂമാരുടെയൊക്കെ ഞാൻ ഈ നാത്തൂമാരെന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. എനിക്കറിയില്ല, നമ്മളെ വീട്ടിൽ നിന്ന് കാണുന്നില്ല, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലൊന്നും അതില്ലല്ലോ. അപ്പം ഞാനതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞാനത് ഭയങ്കരമായിട്ട് നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ചെറിയ കുഞ്ഞാ ആ സമയത്തൊക്കെ. അപ്പം എല്ലാം നീ എന്തിനാ ഇങ്ങനെ എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുക ഇങ്ങനെ നിൽക്കുക? ഞാൻ പിന്നെ എന്ത് ചെയ്യും? അവരെ കടിക്കുമോ? ഞാൻ എന്താ ചെയ്യുക? കഴുകി വെച്ച പാത്രങ്ങൾ വീണ്ടും വീണ്ടും കഴുകുക. ഞാൻ നല്ലൊരു ദുർഗുണ പരിഹാര പാഠശാലയായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ ലൈഫിൽ എനിക്ക് ചെയ്യാൻ പറ്റാതായിട്ട് ഒരു കാര്യമില്ല. എൻ്റെ വീട് ഞാൻ മാനേജ് ചെയ്യും, എൻ്റെ കുഞ്ഞിനെ ഞാൻ നോക്കും, എൻ്റെ കുഞ്ഞിന് പഠിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്, അവൾക്ക് ട്യൂഷൻ എടുക്കും, ബാക്കി കാര്യങ്ങൾ ഞാൻ പുറത്തു പോയി പണി ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാൻ പ്രാപ്തിയായത് എൻ്റെ ആ വീട്ടിലെ ഞാൻ അനുഭവിച്ച, ചിലപ്പോൾ എൻ്റെ മമ്മി എൻ്റെ അനിയത്തെ വളർത്തും പോലെ ഭയങ്കര കൊഞ്ചിച്ചും ലാളിച്ചൊക്കെ എന്നെ വളർത്തിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ഞാൻ എൻ്റെ ഗ്രാൻഡ്മാരുടെ കൂടെ നിന്നത്, ആ പുള്ളിക്കാരി ആ ഒരു കുല ഇതാക്കിയതും എനിക്ക് കുറച്ച് മൂല്യങ്ങളുണ്ടായി. അതുപോലെ തന്നെ പുള്ളിയുടെ വീട്ടിൽ നിന്നിട്ട് കിട്ടിയ ഒരു ദുർഗുണ പരിഹാര പാഠശാലയിൽ നിന്നുള്ള രീതിയിൽ കിട്ടിയ ആ ഒരു ട്രെയിനിങ് എനിക്ക് ഒരിക്കലും ഞാൻ വിചാരിക്കും ഇത്രയും എങ്ങനെ ഒരു വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യും എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു. ഞാൻ എൻ്റെ ഗ്രാൻഡ്മായും ഉമ്മച്ചൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ചിന്തിക്കും, അപ്പോൾ 16-17 വയസ്സൊക്കെ ഉള്ളൂ എങ്കിലും ഞാൻ ചിന്തിക്കും ഇവരെങ്ങനെ ഈ നേരം വെളുത്തിട്ട് ഇതൊക്കെ ചെയ്യും, ഒരു ചായ ഇടുന്ന എനിക്ക് ഇത്രയും സമയം എന്നൊക്കെ ചിന്തിച്ച് ഞാനാണ് ഇന്നൊരു 10 കൂട്ടം കറിയണമെങ്കിൽ എന്നെക്കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും. കാരണം അത് അവിടെ നിന്ന് എനിക്ക് കിട്ടിയ എല്ലാ നെഗറ്റീവ്സും, എനിക്ക് അനുഭവിച്ച എല്ലാ ദുരന്തങ്ങളും ഞാൻ അതിനെയൊക്കെ പോസിറ്റീവാക്കി എടുത്തത്. എന്ന് വെച്ചാൽ എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടാത്ത ട്രെയിനിങ് അവിടെ നിന്ന് കിട്ടി. അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ സ്വന്തം വീട്ടിൽ നിന്ന് ഒരിക്കലും നമുക്കൊരിക്കലും നിർബന്ധിതമായിട്ടൊന്നും ചെയ്യേണ്ടി വരില്ല ഒരാൾക്കും. പക്ഷെ അപ്പോൾ പോകുന്ന സ്ഥലത്തും അതായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ ജീവിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എനിക്കറിയില്ല എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്യുമെന്ന് എനിക്ക് അറിയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ അതുകൊണ്ട് അതൊക്കെ എനിക്ക് ഇതായിട്ട് കിട്ടി. ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും 1 ലക്ഷത്തിന് മുകളിൽ കടമുണ്ടോ എന്ന് ചോദിച്ചിട്ട്. എന്റെ വീട് എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പില് അതിന് താഴെ ജിപ്സിയുടെ ഒരു കമന്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഒന്നല്ല ഒരുപാട് ലക്ഷത്തിന്റെ കടങ്ങളുണ്ടായിരുന്നു. അതിനകത്ത് പിന്നെ KSFE, ഗോൾഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഈ ചെറിയ പ്രായത്തിൽ KSFE ചിട്ടി, അതുപോലെ ഗോൾഡിന്റെ കാര്യങ്ങളൊക്കെ, ഇതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഞാൻ
ഇപ്പോൾ ഞാനിപ്പോൾ ഈ എത്തിയ നിലയെന്ന് പറയാൻ ഞാൻ ഒറ്റ ദിവസം കൊണ്ടൊരു ഒരു നിലയിലെത്തിയതോ അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് ആരെങ്കിലും ഒരു ഗിഫ്റ്റ് തന്നതോ അല്ലെങ്കിൽ എനിക്കൊരു ഗോഡ് ഫാദർ വന്നിട്ട് എന്തെങ്കിലും ചെയ്തു തന്നതോ ഒന്നുമല്ല. ഞാൻ എൻ്റെ മോളെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയം തൊട്ട്, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയ സമയം തൊട്ട് ഞാൻ വീണ്ടും പഠിക്കാൻ പോവുകയും ബിസിനസ് ചെയ്യുകയും ചെയ്തിരുന്നത്. എൻ്റെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയ എന്താ പറയുക, എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗോൾഡ് മുഴുവൻ ആ സമയത്ത് പോയി, കല്യാണം കഴിഞ്ഞപ്പോൾ പോയി. ബാക്കി ഉണ്ടായിരുന്നൊരു കുറച്ച് വളരെ തുച്ഛമായിട്ടുള്ള സാധനം കൊണ്ടുപോയിട്ട് SBIയിൽ പണയം വെച്ചിട്ട് എൻ്റെ ഗ്രാൻഡ്മാടയിൽ നിന്ന് ഒരു കുഞ്ഞൊരു എമൗണ്ട് ഞാൻ വാങ്ങി. ഞാൻ റിയൽ എസ്റ്റേറ്റിൽ ഞാനൊരു 29,000 രൂപയ്ക്ക് ഒരു 16 സെൻറ്റ് ഞാൻ എഗ്രിമെൻ്റ് എഴുതി. എൻ്റെ പൊന്നുവിന് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് ഒരു 3-4 മാസമുള്ളവ അത് ഞാൻ 40,000 രൂപയ്ക്ക് ഞാൻ സെയിൽ ചെയ്തു. കാരണം എനിക്കത് എഴുതിയെടുക്കണമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്, പക്ഷെ അത് കഴിഞ്ഞില്ല. അപ്പം അതിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റ് അത് ഞാൻ വാങ്ങിയ ആളുടെ ജ്വല്ലറിയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം ഉണ്ടായിരുന്നു. കാരണം ഇത് ആ വരുമാനം ഞാൻ കൊണ്ടുപോയിട്ട് മാസം കൊണ്ടുപോയിട്ട് ഗോൾഡിൽ ഞാനിപ്പോൾ എൻ്റെ ലോണിലോട്ട് ഗോൾഡ് പ്ലഡ് ചെയ്ത ലോണിലോട്ട് ഞാൻ അടയ്ക്കുമായിരുന്നു. അപ്പം ആ അടവ് കഴിഞ്ഞ് ഗോൾഡ് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴത്തേക്കും ഇത് എൻ്റെ ഒരു അടുത്തൊരു ബിസിനസ്സിലോട്ട് ഇറക്കാൻ എൻ്റെ ഒരു ക്യാപിറ്റൽ എമൗണ്ടായി. അതിൽ നിന്ന് പിന്നെ വരുമാനം. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ ഇതിൽ നിന്ന് എൻ്റെ കുഞ്ഞിന് എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞ് ഒറ്റയ്ക്കാണെന്ന് മനസ്സിലായി, അവൾ സേഫ് അല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ തൊട്ട് അവളെ പ്രസവിച്ചൊരു 4-5 മാസം തൊട്ട് ഞാൻ പിന്നെ അവൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞുള്ള രീതിയിൽ ഇങ്ങനെ കുഞ്ഞു നീക്കിയിരിപ്പുകൾ ഞാൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് അപ്പോൾ ഞാൻ 8 പഠിക്കുമ്പോൾ അവിടെ +2 പഠിച്ച ഞാൻ 10 പഠിക്കുമ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട് 8 പഠിക്കുന്ന കുട്ടികളും +2 പഠിക്കുന്ന കുട്ടികളും എൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പം എൻ്റെ താഴെ പഠിച്ചിരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു, അവളുടെ ബ്രദറായിരുന്നു എന്നോട് നല്ല കൂട്ടുള്ളൊരു കൊച്ചായിരുന്നു. അപ്പോൾ അവളുടെ ബ്രദർ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ മോളെ ഇങ്ങനെ ഒരു പോളിസി ഉണ്ട്, ഒന്ന് എടുക്കുമെന്ന് ചോദിച്ചു. 450 രൂപയുള്ളൂ. അങ്ങനത്തെ 2 പോളിസി 900 രൂപയുടെ. ഫസ്റ്റ് എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ ആദ്യം എടുക്കുന്നത്, എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ കരുതൽ അതായിരുന്നു. അവളെ പ്രസവിച്ചിട്ട് 5-6 മാസമായിട്ടുള്ളത്, അവൾക്ക് വേണ്ടിയിട്ടുള്ളത്. അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിയതാണ്. എന്ന് വെച്ചാൽ കിട്ടുന്ന പൈസയിൽ ഒരു സേവിങ്സ് മാറ്റി ഇതുപോലെ പോളിസികളായിട്ട് എന്തെങ്കിലും മാറ്റി വയ്ക്കുക, ബാക്കി ഇതേപോലെ ചെയ്യുക, എന്നിട്ട് ബാക്കി കിട്ടുന്നത് കടം വീട്ടുക. അങ്ങനെ തുടങ്ങിയാണ് കഴിഞ്ഞ 11 വർഷമായിട്ട്. ഞാൻ ഡിവോഴ്സിന് ശേഷമുള്ള ഈ 11 വർഷം, അതിന് മുമ്പുള്ള വർഷം അത്രയും കരുതലോട് കൂടിയിട്ട് ജീവിച്ചത് കൊണ്ടാന്ന് വെച്ചാൽ എള്ള് കിട്ടിയ എള്ളോളം എന്ന് ചിന്തിച്ച് ഓരോ അരിമണി ഇങ്ങനെ പറക്കി ഉറുമ്പ് അരിമണി പറക്കി വെക്കും പോലെ അങ്ങനെ പറക്കി വെച്ച് ജീവിച്ചതാണ് ഞാൻ. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ നിങ്ങളിപ്പോൾ എന്നെ വിളിച്ചത്, ഞാൻ ഇവിടെ വന്നിരിക്കാൻ. ഈ പറഞ്ഞതിൽ വേറൊരു പാഠം കൂടെ ഉണ്ട്. കാരണം ജീവിതം നഷ്ടപ്പെട്ടതിനൊപ്പം തന്നെ സമ്പാദ്യം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. സമ്പാദ്യം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. എൻ്റെ വിലപ്പെട്ട എൻ്റെ ഒരു പ്രഷ്യസ് ലൈഫ് മാത്രമല്ല, എൻ്റെ ഉറക്കം തൊട്ട് എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു അവിടെ. അപ്പൊ ഈ സ്ത്രീധനം കൊടുത്തിട്ട് കല്യാണം കഴിപ്പിക്കുന്നത് ഒരു തെറ്റാണ്. അതായത് കുട്ടികൾ ഉറപ്പായിട്ടും ഒരു കാരണവശാലും അതിനെ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മാക്സിമം മേടിച്ചോളാണ്, അത് വേറെ കാര്യം. പക്ഷെ അന്ന് ഇങ്ങനെ ഇത് ചിന്തിക്കുന്നില്ലല്ലോ. പക്ഷേ അതിന് പകരം കുട്ടികൾക്ക് മാക്സിമം നന്നായിട്ട് വിദ്യാഭ്യാസം കൊടുക്കുക. അതിനൊരാൾക്കും തട്ടിപ്പറിക്കാൻ പറ്റത്തില്ല. വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് നമ്മൾ ഇത്രയും അവർക്ക് കൊടുത്തില്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ഇത് അവർക്കും ഉണ്ടാവും. മറ്റത് അങ്ങനെയല്ല, അവർക്ക് നന്നായിട്ട് വിദ്യാഭ്യാസം കൊടുക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ബാക്കി +2 കഴിഞ്ഞ ശേഷം ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഇതേപോലെ പൈസ ഉണ്ടാക്കി ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് പഠിച്ചവളാണ്. ഞാൻ സ്വന്തമായിട്ട് അതിൽ നിന്ന് ഞാൻ ജോലി മേടിച്ച് ഞാൻ അങ്ങനെ ജീവിച്ചവളാണ്. ഞാൻ എൻ്റെ വീട്ടുകാരെയോ നാട്ടുകാരെയോ ബന്ധുക്കളെയോ എൻ്റെ ഭർത്താവിൻ്റെ ആൾക്കാരോ എൻ്റെ ഭർത്താവിന് ഒരു മനുഷ്യനെ ഞാൻ ഇന്ന് വരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഒരു കാര്യത്തിനും. എൻ്റെ കുഞ്ഞിൻ്റെ എന്തുമാത്രം ട്രീറ്റ്മെൻറ്റ്, എന്തെല്ലാം സർജറി, എന്തെല്ലാം നടന്നു, ഒരു മനുഷ്യനെ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. കാരണം എല്ലാം എൻ്റെ മാത്രം ഉത്തരവാദിത്തം എന്ന് വിചാരിച്ചിട്ട് എല്ലാം എൻ്റെ തോളിൽ തന്നെ ഞാൻ ആ ഭാരം എല്ലാം ഒറ്റയ്ക്ക് ചുമന്ന്. അതാ പറഞ്ഞ ഞാൻ ഫസ്റ്റ് 2 ലക്ഷമായിരുന്നു, പിന്നെ അത് 3 ലക്ഷത്തിലോട്ട് മാറ്റി ചിട്ടി. അപ്പം ഈ 2 ലക്ഷത്തിൻ്റെയും 3 ലക്ഷത്തിൻ്റെയും കൂടെ ചിട്ടി ഞാൻ പകുതി വെച്ച് പിടിച്ചതിന് ശേഷം അത് അടുത്ത എൻ്റെ ബിസിനസ്സിലോട്ട് ഞാൻ ഇട്ടു. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അടുത്തൊരു ചിട്ടി. അങ്ങനെ അത് അതിൻ്റെ ഹിസ്റ്ററി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിളും ചിറ്റ് ആൻഡ് ഫിനാൻസിൽ ഉണ്ടാവും. അന്ന് അജി എന്ന് പറയുന്ന ഒരു പുള്ളിയായിരുന്നു. പുള്ളി ഇന്നിപ്പോൾ റീജിയണൽ മാനേജർ അങ്ങനെയാണ് അവിടെ. അപ്പോൾ അവിടെയുണ്ട് എൻ്റെ തുടക്കത്തെ ഹിസ്റ്ററി എന്താണ് എന്നുള്ളത്. സത്യ എന്ന് പറയുന്ന മൂവിയായിരുന്നു, ജയറാമേട്ടൻ്റെ സത്യ എന്ന് പറയുന്ന മൂവിയായിരുന്നു. സിനിമാ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് കിട്ടുന്ന പ്രൊഡ്യൂസർക്കാണ്. നമ്മൾ ആരാണെന്ന് പറഞ്ഞിട്ടോ എന്താണെന്ന് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. സിനിമയിൽ അഭിനയിക്കാൻ ഒരു പെണ്ണ് വരികയാണെങ്കിൽ പലരുടെയും ആവശ്യം പലതാണ്. അത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അവർ പറയുന്നുണ്ട്. ഞാൻ ചോദിച്ചാൽ ആരാ പറയുന്നത്, ഡയറക്ടറാണോ അതേ പ്രൊഡ്യൂസറാണോ? അപ്പോൾ പ്രൊഡ്യൂസർ പറയുന്നുണ്ടെന്ന് ചോദിച്ച വാക്ക് കുണ്ടനടിക്കുമെന്നാണ് ചോദിച്ചത്.
കൂടെ അഭിനയിച്ച പെണ്ണിനെ മാത്രമേ മോശം പറയുള്ളൂ. ഇപ്പൊ സ്വാസികയുടെ മറ്റേ ചതുരത്തിലും മറ്റേ എന്താ ഉടലിലും പച്ചമംഗലേന്റെ ഇതും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാനൊരു ഫെമിനിസ്റ്റ് ആണ്, പക്ഷെ ഒരു ഫെമിനിച്ചി അല്ല. അതെന്താണ് അങ്ങനെ ഒരു ഭയം? ഈ ഫെമിനിസ്റ്റ് എന്നുള്ള വാക്കിന്റെ ശരിക്കുമുള്ള അർത്ഥം പോലും ഇന്ന് മാറിപ്പോയി. ഫെമിനിസ്റ്റുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരവർ തന്നെ പറഞ്ഞു കിടക്കില്ല, ഞാൻ ഫെമിനിസ്റ്റിയാണ്. ഇപ്പോൾ ഓരോ ഓട്ടപ്പൊട്ടോ ഓരോ വല്ലവരും കണ്ടു ഒരു ഉണ്ടക്കെട്ടൊക്കെ കെട്ടിയെന്ന് വെച്ച് നമ്മളിപ്പോൾ ഫെമിനിസ്റ്റിനെ ആർക്കും ഞാൻ ഇതാണെന്ന് പറഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല.